ഒരു പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഋഗിർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തത നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശ. എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയുടെ 9ാമത് ഡിപ്ലോമ കോഴ്സാണ് ഇപ്പോൾ ഈ തുടങ്ങുന്നത്. 8 എണ്ണം കഴിഞ്ഞു, ഇത് 9ാമത്തെയാണ്. അപ്പൊ ഈ കോഴ്സിന്റെ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം ഒരു ഇൻട്രഡക്ഷനായിട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം, വാസ്തുശാസ്ത്രം എന്ന വിഷയം നമ്മളുടെ ജീവിതവുമായി, ദൈനംദിന ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. കാരണം നാം എല്ലാം ജനിച്ചതും വളർന്നതും ഒക്കെ വീടുകളിലാണ്. സ്വന്തം വീടാകാം, വാടക വീടാകാം, വീടുകളിലാണ് നമ്മളൊക്കെ ജനിച്ചു. കുട്ടിക്കാലങ്ങൾ കഴിഞ്ഞു, ചെറുപ്പക്കാരായി, ചില പ്രായമാരായി, നമ്മൾ ഏത് പ്രായത്തിലുള്ളവരായാലും ജനിച്ചതും വളർന്നതും ഒക്കെ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലായിരിക്കില്ല ചിലപ്പോൾ ജനിച്ചത്. പക്ഷെ ഏതെങ്കിലും വീടുകളിലായിരിക്കും നമ്മളെല്ലാം ജനിച്ചതും വളർന്നതുമല്ല. അപ്പൊ നമ്മളുടെ ജീവിതവുമായി നമ്മൾ ലോകത്ത് എവിടെയാണെങ്കിലും ശരി, അവിടെയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു താമസിക്കുന്ന ആ ഒരു കെട്ടിടം, ആ കെട്ടിടത്തിന് ചുറ്റുമുള്ള സ്ഥലം, ഇതുമൊക്കെ ആയിട്ട് വളരെയധികം ബന്ധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. നമുക്ക് തന്നെ അറിയാത്ത പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം, അതുമല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, നമ്മൾ വീട്ടില് ഭാര്യ ഭർത്താവായിട്ടോ, അല്ലെങ്കിൽ മക്കളും അച്ഛനമ്മമാരുമായിട്ടോ, അല്ലെങ്കിൽ ഇവൻ അടുത്ത വീട്ടുകാരോ സമൂഹത്തിലുള്ള വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ, നമ്മുടെ വീട്ടിന് വെളിയിലുള്ള ആരെങ്കിലും ആയിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാനസികമായ പ്രശ്നം ഉണ്ടായിട്ട് അത് നമ്മുടെ മനസ്സിലൊരു പ്രയാസമായിട്ട് വന്നെന്ന് വരാം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നതിന് കാരണം വാസ്തുശാസ്ത്രം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയല്ല. പല പല കാരണങ്ങളും കാരണമാണ്. പക്ഷെ ഒരു പ്രധാന കാരണം ഇങ്ങനെയുള്ള പല സാമ്പത്തിക ബുദ്ധിമുട്ടും ആരോഗ്യത്തിലുള്ള പ്രശ്നങ്ങളും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധുത്വത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഒരു പ്രധാന കാരണമായിട്ട് ഈ വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അപ്പൊ ഇതിനു മുമ്പ് അങ്ങോട്ട് പറയുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ ഇവിടെ നമുക്ക് 10 പേരുള്ള 8 പേര് ഇപ്പൊ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർ നേരത്തെ വാസ്തുശാസ്ത്രം പഠിച്ചിട്ടുള്ളവരോ, ഏതെങ്കിലും കോഴ്സിൽ പഠിച്ചിട്ടുള്ളവരോ, അല്ലാതെ തന്നെ എന്തെങ്കിലും അങ്ങനെ ഇതുമായിട്ട് ബന്ധമുള്ളവർ, അല്ലെങ്കിൽ ഇത് നേരത്തെ അറിയാവുന്നവര് അവരെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അറിയാം. അപ്പൊ നിങ്ങൾ ഓരോരുത്തർ ഇപ്പൊ 8 പേര്, ഞാൻ ഓരോ പേര് വിളിക്കാം. ഇപ്പൊ ഇതിനകത്ത് കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പേര് വിളിക്കാം. ആദ്യം അജ്മൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഇപ്പം പഠിക്കാൻ ഇത് നേരത്തെ എന്താണ് ചെയ്യുന്നത്, നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ടോ, ഇപ്പം ഈ കോഴ്സിൽ ചേരാൻ താല്പര്യം കാണിച്ച എന്താണെന്നുള്ള വളരെ ചുരുക്കി ഒന്ന് പറയുക. അജ്മൽ അൺമ്യൂട്ട് ചെയ്തിട്ട്. അതായത് ഞാൻ പുറത്തായിരുന്നു ഇത് മുമ്പ് ജോലി ചെയ്തിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു. അപ്പം ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പം എനിക്ക് അവിടെ സിവിൽ എഞ്ചിനീയർ ആണ്, സിവിൽ. അപ്പോ നമുക്ക് അവിടെ ഈ പറഞ്ഞ ഇത്തരം വാസ്തു സംബന്ധമായ കാര്യങ്ങളോ ഒന്നും ആവശ്യമായിട്ട് വന്നിരുന്നില്ല. പക്ഷെ ഞാനിപ്പം റീസെന്റ് ഒരു 4-5 മാസമായിട്ട് കോട്ടയം
കോട്ടയം കോട്ടയം ഇപ്പൊ വെളിയിലായിരുന്നു പറഞ്ഞു. സൗദിയില്. സൗദിയിലായിരുന്നു. ഓക്കെ, പറയൂ. അപ്പോ നാട്ടില് ഇപ്പൊ 4-5 മാസമായി നാട്ടില് ഇപ്പൊ ലൈസൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രോയിങ് വരച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ വീട് സംബന്ധമായ ഒരുപാട് ക്ലയൻസ് വരാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം എല്ലായിടത്തും ഇപ്പൊ എല്ലാ ആളുകളും ചില ആളുകൾക്ക് ഈ വാസ്തു സംബന്ധമായ കാര്യങ്ങളിൽ എന്താ പറയാ, അവർക്ക് വലിയ കൺസേൺ ഉണ്ട്, വലിയൊരു ആശങ്കയുണ്ട്, ഇല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ഒരു ആൾക്ക് നാളെ അവർ വീട് പണിതതിനു ശേഷം അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന്, അതിനുവേണ്ടിയാണ് ഞാനിത് പഠിക്കാനും മനസ്സിലാക്കാനും ഞാൻ തീരുമാനിച്ചത്. കാരണം എന്റെ അടുത്ത് ഭാവിയിൽ വരുന്ന ഒരു ക്ലയന്റിന് ഒരിക്കലും എന്റെ ഒരു അറിവുകേട് കൊണ്ട്, എന്റെ ഒരു പോരായ്മ കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. കാരണം നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ അതിനെ മുൻനിർത്തി വാസ്തു സംബന്ധമായ കാര്യങ്ങളെ മുൻനിർത്തി കൊണ്ട് ചെയ്തു കൊടുക്കണം, അവർക്ക് അത് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. ശരി ശരി, ഓക്കെ ഓക്കെ. നൗ അജ്മൽ, then സെക്കൻഡ് അമ്പിളി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുക. അമ്പിളി കൊണ്ടുവരെ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഹലോ. ശരി. നമസ്കാരം സർ. നമസ്കാരം. ഞാൻ അമ്പിളി, എറണാകുളം ജില്ലയില് കാലടിയിലാണ് വീട്. വാസ്തുശാസ്ത്രം ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. എവിടെ? തൃശ്ശൂര് വാസ്തു ഭാരതിയില്. ആ. അപ്പൊ ഇപ്പോ അവിടെ PGയിലും ചേർന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ ഒന്നുകൂടെ ബേസിക് ഒന്നുകൂടെ അവിടുത്തെ ഇതനുസരിച്ച് പഠിക്കാന്ന് വിചാരിച്ചു. ശരി ശരി, ഓക്കെ. അപ്പൊ ഇത് ഇപ്പൊ ഒന്നുകൂടെ പഠിക്കണം എന്ന് താല്പര്യപ്പെടാൻ എന്താണ് കാരണം? ഹലോ. ഇതില് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടല്ലോ. PGയില് അവിടുത്തെ ഇവിടെ പഠിച്ചതും അവിടെ PGയില് പഠിപ്പിക്കണതും. അപ്പൊ അത് ഒന്നുകൂടെ പിന്നെ അത് ഒന്നുകൂടെ ഇത് ചെയ്യാം എന്നുള്ള. ശരി ശരി. ഇനി അടുത്തത് ബെയ്ജു കാലിക്കറ്റ്. ബെയ്ജു അൺമ്യൂട്ട് ചെയ്ത് പറയുക. മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ. സാർ, ഞാന് കോഴിക്കോട് ബൈജു എന്നാണ് പേര്. പിന്നെ ആശാരിപ്പണിയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ പല വീടുകളിലും പോയാൽ ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ പിന്നെ ഇത് റൂം ഇവിടെ പറ്റുമോ, അല്ലെങ്കിൽ പല അധികവും ചോദിക്കുക ഈ വീട്ടിലേക്ക് വഴി വരുന്നത് കന്നിമൂലയിലാണ്, എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോ ഞാനിത് പഠിക്കാത്തതിനെ കൊണ്ട് ഉത്തരം പറയാൻ പറ്റില്ല, അതുകൊണ്ട് പഠിക്കാന്ന് വിചാരിച്ചാ. ശരി ശരി, ഓക്കെ. അടുത്തത് ഹരി എസ് മൂർത്തി. ഹരിയാണോ? ഹരി എസ് മൂർത്തി പറയും. സാർ, ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്, കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. സിവില് കഴിഞ്ഞിട്ട് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ വർക്ക് ചെയ്യുന്നതിനകത്ത് കുറച്ച് പല സ്ഥലങ്ങളിൽ ചെയ്യുന്ന ആളാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. അപ്പൊ 3 സ്ഥലങ്ങളിൽ 3 ഡിഫറെന്റ് ആയിട്ടാണ് ഇവർ പറയുന്നത് പല കാര്യങ്ങളും. താമസിക്കുന്നത് എവിടെയാണ്? കരുനാഗപ്പള്ളി, കൊല്ലം കരുനാഗപ്പള്ളി. ഓക്കെ. അപ്പൊ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്ന് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ ഓക്കെ. വേറെ നേരത്തെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? വാസ്തു എനിക്ക് പൊതുവേ ഉള്ള അറിവേ ഉള്ളൂ. പലരും വന്ന് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ശരി. അടുത്തത് ജിഷ്ണു സുരേഷ്. നമസ്കാരം സാർ, ഞാൻ തൃശ്ശൂര് ഇരിഞ്ഞാലക്കുടയിലാണ് എന്റെ സ്ഥലം. ഞാൻ ഇതിനു മുമ്പ് പ്രശ്നം, ജ്യോതിഷം, മുഹൂർത്തം എന്നുള്ളൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്നു. അതെ, അതിൽ തന്നെ. അപ്പൊ അതില് ക്ലാസ്സിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും പിന്നെ ആശാരിപ്പണിയാണ് അച്ഛനായിട്ടും അച്ചാച്ചനായിട്ടും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇപ്പോ ഞങ്ങളുടെ മേഖലയിൽ തന്നെ ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരില്ല. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം, അത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, വാസ്തുവായിട്ട് ബന്ധപ്പെട്ടൊന്നും പറ്റില്ല, ആദ്യമായിട്ടാണ്. ഓക്കെ. അടുത്ത കുട്ടിക്കൃഷ്ണൻ, അൺമ്യൂട്ട് ചെയ്ത് പറയുക. കുട്ടിക്കൃഷ്ണൻ.
ഹലോ, കേൾക്കുന്നുണ്ടോ? കുട്ടിക്കൃഷ്ണൻ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ, എന്തായാലും ഓക്കെ പറയൂ. ഓക്കെ സാർ, ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഞാൻ സാറിന്റെ 3-4 ക്ലാസ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാ. ഏത് ക്ലാസ്സില്? ഇപ്പൊ ഈ കോഴ്സ് തന്നെ, ബേസിക് കോഴ്സ് 4 ക്ലാസ് ഇപ്പൊ കഴിഞ്ഞില്ലേ? അതിന്റെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ ഇപ്പം കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് കൊടുവള്ളിയാ. കൊടുവള്ളി. ഇതിന് മുമ്പ് നേരത്തെ ഞാനിപ്പോ അത് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പൊ മുമ്പ് നേരത്തെ വാസ്തുശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇന്ന് ഇവിടെ പഠിച്ചല്ലാതെ? ഇല്ല, വാസ്തുപരമായിട്ടൊന്നും പഠിച്ചില്ല. ഓക്കെ, ആദ്യമായിട്ടാണ് ഈ കോഴ്സ് ചേർന്നത്. ഓക്കെ. രാകേഷ് അൺമ്യൂട്ട് ചെയ്ത് പറയുക. രാകേഷ്, നമസ്കാരം. സാർ, ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. ഹലോ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് എവിടെയാണ്? തിരുവനന്തപുരത്ത് മലയഗിരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ താമസിക്കുന്നത്. ശരി, ഓക്കെ. ഞാനിവിടെ ട്രിവാൻഡ്രം ബേസ് ചെയ്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. സീനിയർ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫേവറേറ്റ് ഹോംസ് എന്ന് പറയും. എനിക്കറിയാം. ഓക്കെ. അപ്പൊ അവിടെ നേരിട്ട് അറിയില്ല, പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ സൈറ്റുകൾ നിൽക്കുമ്പോൾ ഈ മാർക്കറ്റിംഗിന്റെ ആൾക്കാർ ഒരുപാട് ക്ലയൻസുമായിട്ട് വരും. അതിപ്പം ക്രിസ്ത്യൻ ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. ഇപ്പൊ പൊതുവെ കോമൺ ആയിട്ട് ഏത് ക്ലയൻസ് വന്നാലും അവർ ഈ മറ്റേ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാണ് ഈ അടുപ്പ് കത്തിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ഈ ഫ്ലാറ്റിന്റെ ഒരു കണ്ടീഷനിൽ നമുക്ക് പൂർണ്ണമായിട്ട് വാസ്തു നമുക്ക് അറിയത്തില്ല. അത് ഏത് ഡയറക്ഷൻ ആണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം ഈസ്റ്റ് വെസ്റ്റ് ഇതൊക്കെ നമുക്ക് ഈ ഫ്ലാറ്റിന്റെ സിറ്റുവേഷനിൽ എങ്ങോട്ടാണ് നിൽക്കുന്നതെന്ന് പറയാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു അറിവിന് വേണ്ടിയിട്ട് ഒന്ന് പഠിക്കണം. പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലും കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ ഈ സാങ്ഷൻ എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പോ ഈ ഒരു വാസ്തുവിന്റെ ആൾ അവരാരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് ഈ സെറ്റ് ബാക്കും കാര്യങ്ങളൊക്കെ തിരുത്തേണ്ടി വരും. നേരത്തെ ഇതിനെപ്പറ്റി വാസ്തു എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നേരത്തെ ഇവിടെ ചേരുന്നതിന് മുമ്പ് വാസ്തു അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ശരി. അടുത്തത് രാംദാസ്. സാറേ നമസ്കാരം, ഞാൻ നേരത്തെ ഉള്ള ക്ലാസ്സിലോട്ടുള്ളതാ. ഓക്കെ. കായംകുളത്താണ്. ഞാൻ ജ്യോത്സ്യനുമാണ്. ഞാൻ 20 വർഷം ഗൾഫിലായിരുന്നു. നേരത്തെ മുത്തുസ്വാമി സാറിന്റെ ശിഷ്യനായിരുന്നു. മുത്തുസ്വാമി സാറിന്റെ ശിഷ്യൻ അല്ല, മുത്തുസ്വാമി സാറ് ജ്യോതിഷവും വാസ്തുവും പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ഏതിലായിരുന്നു? മുത്തുസ്വാമി സാറ് വാസ്തു പഠിപ്പിച്ചിട്ടില്ല, വാസ്തുവിന് വേറൊരു അധ്യാപകനായിരുന്നു. വാസ്തുവും സാർ എടുത്തിട്ടുണ്ട്. സാറിന്റെ പുസ്തകം ഉണ്ടായിരുന്നു. സാറ് അതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ ഞാൻ ജ്യോതിഷം വെക്കുമ്പോൾ അതെല്ലാം കറക്റ്റ് ആയിരുന്നു. ഇപ്പം കൊടുക്കുന്നവരൊക്കെ ഈ പറയുന്നതെല്ലാം തെറ്റായിട്ടാണ് വാസ്തുക്കാർ കൊടുക്കുന്നത്. സാറ് പറഞ്ഞതെല്ലാം കറക്റ്റ്, അത് മാറ്റി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പം സാറ് പറഞ്ഞ പോലെ. ഞാൻ വന്നിട്ട് ഇപ്പൊ 20 വർഷമായി. കൊറോണ ആയിട്ട് വന്നതാണ്. കാണിപ്പേർ സാറിന്റെ അടുക്കെ ഞാൻ ഇന്ന് പഠിച്ചിരുന്നു. വാസ്തു പഠിച്ചിരുന്നു അല്ലേ? വാസ്തു പഠിച്ചിരുന്നു. അത് പ്രതിഷ്ഠ ഞാൻ മേൽശാന്തിയും കൂടെ ആണ് യക്ഷി അമ്പലത്തില്. അന്നേരം എനിക്കത് ഈ കാൽക്കുലേഷന്റെ ആ സമയത്ത് കയറാൻ പറ്റിയില്ല. അന്നേരം അതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇതിൽ ചേർന്നത്. പിന്നെ അനേകം ബുക്കുകൾ മേടിച്ചിട്ടുണ്ട്. കാൽക്കുലേഷൻ കംപ്ലീറ്റ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് പിന്നെ കാണിപ്പേർ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലാണോ? അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ എനിക്ക് അന്ന് പ്രതിഷ്ഠ ആയതുകൊണ്ട് കുറച്ച് ക്ലാസ്സുകൾ ഇല്ല. അന്ന് പിന്നെ അടുത്ത ക്ലാസ്സിൽ കയറിക്കോളാൻ പറഞ്ഞു, ഫീസ് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു. എന്നാലും പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ക്ലാസ് പറയുന്നത് അല്ല അവിടെ പണ്ട് ഞാൻ അന്ന് മുത്തുസ്വാമി സാറിന്റെ അടുക്ക പഠിക്കുമ്പോൾ ഞാൻ അപേക്ഷ അയച്ചായിരുന്നു. അതിന് ചേരാൻ പറ്റിയില്ല. അല്ലല്ല, തിരുവനന്തപുരത്തായിരുന്നു. ആറന്മുളയിലെ ഞാൻ വാസ്തു അക്കാദമി അല്ലേ? വാസ്തു അക്കാദമി. മറ്റേടത്ത് ഞാൻ അപ്ലൈ ചെയ്ത് ചേരാൻ പറ്റിയില്ല അന്ന് ആറന്മുള. അപ്പൊ എല്ലാരും ആയല്ലോ, ഇനി ആരും ഇല്ലല്ലോ അല്ലേ? ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ആരെങ്കിലും? ഒരു AZ കിടക്കുന്നു, ആരാണത്? A2Z അൺമ്യൂട്ട് ചെയ്യുക. A2Z എന്ന് പറഞ്ഞ പേരില്ലാത്ത ഒരു കിടക്കുന്നുണ്ട്. A2Z എന്നാണ് എഴുതിയേക്കുന്നത്. മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്ത് കോഴ്സ് ചേരുന്നതാണെന്ന് പറയുക. ഹലോ, ആരാണ് A2Z എഴുതിയേക്കുന്നു? ഓക്കെ. അപ്പം ഞാൻ നേരത്തെ നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടാണ് നിർത്തിയപ്പോൾ ഈ ഒരു ഇൻട്രഡക്ഷനിലേക്ക് പോയത്. അപ്പോൾ നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ
നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടുന്ന ശാസ്ത്രമാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന പല ഗുണദോഷ ഫലങ്ങളുടെയും ഒരു കാരണം, എല്ലാ കാരണമെന്ന് പറയില്ല, ഒരു കാരണം വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അത് ഗുണമാകാം ദോഷവും ആകാം. പക്ഷെ അത് പലപ്പോഴും നമ്മൾ അറിഞ്ഞൊന്നുമില്ല. കാരണം ഇത് എനിക്കിപ്പോൾ ഇന്ന ഒരു അസുഖം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇന്ന ഒരു ഗുണം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നത് ഈ വാസ്തുവിന്റെ ഗുണം കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുണം കൊണ്ടാണോ എന്ന് ചിലപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷെ നമുക്ക് എല്ലാവർക്കും എന്തായാലും 100% ആൾക്കാർക്കും വാസ്തുശാസ്ത്രപരമായ ഗുണദോഷഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിലൊരുപാട് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്നത് ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെയാണ്. ഈ വാസ്തു ആയിട്ട് ബന്ധപ്പെട്ട് പരീക്ഷണങ്ങൾ കൂടുതൽ നടക്കുന്നത് ജർമ്മനിയിലും അമേരിക്കയിലുമാണ്. പ്രത്യേകിച്ച് ജർമ്മനിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പൊ ശരിക്കും വാസ്തുശാസ്ത്രം എന്നുള്ള പേര് ഉച്ചരിക്കാൻ നമുക്ക് അവകാശമില്ല. ശരിക്കും നിയമപരമായിട്ട് നമുക്ക് അവകാശമില്ല. കാരണം വാസ്തുശാസ്ത്രം എന്നുള്ള പേരിന് ഇന്റർനാഷണൽ പേറ്റന്റ് എടുത്തിരിക്കുന്ന ജർമ്മൻസാണ്. കാരണം അവരെ ഇവിടുന്ന് പല ബുക്കുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ വാസ്തുശാസ്ത്രം എന്നുള്ള പേര് ഇന്റർനാഷണൽ പേറ്റന്റ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ വാസ്തുശാസ്ത്രം പറയാൻ ഒക്കില്ല. പക്ഷെ നമ്മൾ പറയുന്ന ആരും മെയിൻ ചെയ്തിട്ട് നമ്മൾ പറയുന്നേ ഉള്ളൂ. വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജർമ്മനിക്കാരുടെ ഒരു സയൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം അവരാണ് ഇന്റർനാഷണൽ പേറ്റന്റ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലും നിങ്ങൾക്ക് പലർക്കും അറിയിക്കും, നമുക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ ഈ പേറ്റന്റ് എടുത്തിരിക്കുന്ന ആരും നെറ്റിലുണ്ട്. അല്ലാതെ അമേരിക്കയിലെ ഒരു ഗ്രാമം, ആ ഗ്രാമം അവിടെ നമുക്കൊരു വീട് വെക്കണമെങ്കിൽ അവരൊരു സൊസൈറ്റി അവരൊക്കെ ഉണ്ട്, ഒരു റെസിഡൻസ് അസോസിയേഷൻ പോലെയൊക്കെ ഇതുണ്ട് അവിടെ. അപ്പൊ അവിടെ നമുക്കൊരു വീട് വെക്കണമെങ്കിൽ വാസ്തു അനുസരിച്ചുള്ള വീട് അവിടെ വയ്ക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പൊ അവിടെ തന്നെ വാസ്തു ഉണ്ട്, അവർ വരച്ചേരും. നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം, അല്ലെങ്കിൽ അവരത് പ്ലാനും എല്ലാം റെഡിയാക്കി അത് തരും. അപ്പൊ അങ്ങനെ അമേരിക്കയിലൊക്കെ വളരെയധികം. പക്ഷെ ഇവിടെ ഇന്ത്യയിലൊന്നും അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഗ്രാമം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം വാസ്തു പ്രകാരമായി പോകാം. അത് തെറ്റൊന്നുമല്ല. നമ്മുടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പലരും സംസാരിച്ചതുപോലെ ഈ വിഷയം നമ്മൾ അറിഞ്ഞിരുന്നാൽ ഇത് നമുക്ക് മറ്റു പലർക്കും, നമുക്ക് സ്വയമായിട്ട് ഒരു വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാസ്തുശാസ്ത്രപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും, അതല്ല മറ്റാർക്കെങ്കിലും അതുകൊണ്ട് ഉപകാരം ഉണ്ടാകാനും, മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകാനും നമ്മൾ ഈ വാസ്തുശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് സഹായിക്കും. പക്ഷെ അതിനെനിക്ക് ഒരു കാര്യം ഈ പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ വാസ്തുശാസ്ത്രത്തിന്റെ ഡിപ്ലോമ കോഴ്സാണ് നമ്മളിപ്പം പഠിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞാൽ, ഡിപ്ലോമ കോഴ്സും ഉദ്ദേശം അപ്രോക്സിമേറ്റ്ലി ഒരു 6-7 മാസം വരെയെങ്കിലും മിനിമം എടുക്കും. ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് ഉള്ളൂ, ഒരു 1.5 മണിക്കൂർ സമയമാണുള്ളത്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്കൊരു മോർ ദാൻ 7 മന്ത്സ്, 7 മാസത്തിൽ കൂടുതൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് കഴിഞ്ഞ് പരീക്ഷ എല്ലാം കഴിഞ്ഞ് എല്ലാം തീരാനായിട്ട് 7 to 8 മന്ത്സ് നമുക്ക് സമയമെടുക്കും. അത് കഴിഞ്ഞ് ഏതാണ്ട് അതുപോലത്തെ സമയമെടുക്കും അഡ്വാൻസ് കോഴ്സിന്. അപ്പൊ രണ്ടും കൂടെ ഏതാണ്ട് ഒരു മോർ ദാൻ ഒരു 1.25 വർഷത്തിൽ കൂടുതൽ. ഇതിപ്പോ 7 മാസം, മറ്റേ 7 മാസമോ 14 മാസമായി. എന്നാലും ഒരു 10-15 മാസമെങ്കിലും ഈ 2 കോഴ്സും കൂടെ നമുക്ക് എടുക്കും. ഡിപ്ലോമ കോഴ്സും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ മുതലാവും. കാരണം അല്ലാതെ നമുക്കറിയാം, പിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചുകൊണ്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഇപ്പം മുറിവൈദ്യം ആളെ കൊല്ലും എന്നുള്ളൊരു ചൊല്ല് നിങ്ങൾ കേട്ട് കാണും. മുറിവൈദ്യം ആളെ കൊല്ലും. ഏതെങ്കിലും ഒരു വൈദ്യന്റെ കൂടെ ഒക്കെ ചേർന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വൈദ്യശാസ്ത്രപരമായിട്ട് പഠിച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങ് കൈകാര്യം ചെയ്യുക, ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകാം. അതുപോലെ വാസ്തുശാസ്ത്രത്തിലുണ്ട്. പലരെയും എനിക്കറിയാം, ഇവിടെ തന്നെ പഠിച്ച ഡിപ്ലോമ കോഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യാതെ, ഡിപ്ലോമ കോഴ്സ് തന്നെ കുറച്ചുകളൊക്കെ വന്നിട്ട് വീട്ടിലോ ഓഫീസിലൊക്കെ വലിയ ബോർഡും ഒക്കെ വെച്ചോണ്ട് വാസ്തുശാസ്ത്ര കൺസൾട്ടേഷൻ ഒക്കെ പോയി ബോർഡ് വെച്ചൊക്കെ ക്ലാസ് എടുക്കുന്നവരുണ്ട്. പക്ഷെ അത് അങ്ങനെ എടുക്കുന്ന അവർക്കും അവരുടെ പഠനം പൂർണ്ണമല്ല. അങ്ങനെ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ആദ്യം മനസ്സിലാക്കി പഠിക്കുക. ഈ പഠിക്കുന്നതെന്ന് പറയുന്ന പരീക്ഷ പാസ്സാകുക എന്നുള്ള ഉദ്ദേശം തീർച്ചയായിട്ടും ഉണ്ട്. പരീക്ഷ പാസ്സാകണം, അത് നമ്മുടെ ഒരു ആവശ്യമാണ്. പക്ഷെ പരീക്ഷ പാസ്സാകുന്നതിനേക്കാൾ കൂടുതലും ആവശ്യം ഈ സബ്ജക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയം നമുക്ക് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും ഉള്ളതിൽ
ഡിപ്ലോമ കോഴ്സിലാണ് ഈ വിഷയം നമുക്ക് കൂടുതൽ തിയറി, ഇതിന്റെ തിയറി പാർട്ട് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് ഈ ഡിപ്ലോമ കോഴ്സിലാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ഇതിന്റെ ആപ്ലിക്കേഷനാണ്. ഈ തിയറി എങ്ങനെ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ വാസ്തുശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ ഈ പഠിച്ച തിയറി എങ്ങനെ അപ്ലൈ ചെയ്യാം, അങ്ങനെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ പ്രായോഗികമായ കാര്യങ്ങളാണ് കൂടുതലായിട്ടും. ചില കാര്യങ്ങളല്ലാതെ ഉണ്ട്, എന്നാലും അഡ്വാൻസ് കോഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ കൂടുതലായും ഉള്ളത് ഈ ഡിപ്ലോമ കോഴ്സിൽ നമ്മൾ പഠിച്ച ആ തിയറി, ആ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട തിയറി എങ്ങനെ അപ്ലൈ ചെയ്ത് ഈ വാസ്തുശാസ്ത്രപരമായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് എങ്ങനെ അത് ഈ തിയറിയെ മുമ്പോട്ട് പിന്നെ പ്രായോഗികമായിട്ട് കൊണ്ടുപോകാം, അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലാണ്. ഇത് രണ്ടും ആവശ്യമാണ്. തിയറി മാത്രം പഠിച്ച് അത് വേണം. തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം ആ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ ആ വീടിന്റെ ഫൗണ്ടേഷൻ ഉറച്ചതല്ലെങ്കിൽ മേപ്പോട്ട് നമ്മൾ എത്ര ഭംഗിയായിട്ട് ബേസ്മെന്റും ഭിത്തിയും റൂഫും എല്ലാം ചെയ്ത് വളരെ ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്താലും ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ആ വീട് നിലം നമുക്കറിയാം എന്ത് സംഭവിക്കും, നമുക്കറിയാം. ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ ഈ നമ്മുടെ വാസ്തുശാസ്ത്രത്തിന്റെ ഫൗണ്ടേഷൻ കോഴ്സാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്, ഈ കോഴ്സ്. ഇത് അതിന്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കുക, നല്ല ബലമായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കിട്ടുക. അങ്ങനെ ബലമായിട്ടുള്ള ഫൗണ്ടേഷൻ തീർത്താലേ ഇനി മുകളിലോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് എല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഫൗണ്ടേഷൻ ഉറക്കണം. അപ്പൊ ഫൗണ്ടേഷൻ ഉറപ്പിക്കുക എന്നൊരു കർത്തവ്യം ആണ് നമ്മളിപ്പോൾ ആദ്യത്തെ ഈ ഒരു ഡിപ്ലോമ കോഴ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി വളരെ താല്പര്യമുള്ളവർക്ക് വളരെ രസകരമായിട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകാം. ഇതിൽ നേരത്തെ ആരോ പറഞ്ഞു കണക്കിന്റെ കാര്യത്തിൽ അന്ന് വന്നില്ല. കണക്ക് കുറച്ചുണ്ട്, ഒരുപാട് കണക്കൊന്നുമില്ല. കണക്ക് ഏതാണ്ട് ഒരു 2 ചാപ്റ്ററിൽ ആകെപ്പാടെ ഒരു 10-12 ചാപ്റ്ററിൽ കൂടുതലുള്ളതിൽ ഒരു 2 ചാപ്റ്ററിൽ കുറച്ച് കണക്ക് വരുള്ളൂ. ആ 2 ചാപ്റ്ററിൽ അത് അത്ര പ്രയാസമൊന്നുമല്ല. ബേസിക്സ്, കണക്കിന്റെ ബേസിക്സ് അറിയാവുന്നവർക്ക്, സ്കൂളിലൊക്കെ പഠിക്കുന്ന കണക്ക് അറിയാവുന്നവർക്ക് ഒരു പ്രയാസവും തോന്നില്ല. പക്ഷെ അത് ആബ്സെന്റ് ആയിട്ട് വരുമ്പോൾ നേരത്തെ പോലെ ആബ്സെന്റ് ക്ലാസ്സിൽ വരാതെ പുസ്തകം നോക്കി പഠിക്കാനൊക്കെ വിചാരിച്ചാൽ കണക്ക് ബാക്കിയുള്ള ഏത് കാര്യം നമുക്ക് പുസ്തകം നോക്കി വായിച്ചൊക്കെ പഠിക്കാൻ നോക്കും. ഇപ്പം പല വൃക്ഷങ്ങളെ പറ്റിയും അതുപോലെ ദേവതാ സങ്കല്പത്തിൽ ചാപ്റ്റർ ഉണ്ട്, വൃക്ഷങ്ങളൊരു ചാപ്റ്റർ ഉണ്ട്. വൃക്ഷങ്ങൾ എങ്ങനെ നമുക്ക് വാസ്തുശാസ്ത്രപരമായിട്ടും ഉള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഇപ്പം ക്ലാസ് വായിച്ചാൽ തന്നെ നമുക്ക് കുറെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ കണക്കിന്റെ ഭാഗം വരുമ്പോൾ അത് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് വായിച്ച് പഠിച്ചാൽ അത് ശരിയാവില്ല. അപ്പോൾ അത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അത് ഒരുപാട് ഒന്നുമില്ല, ഇപ്പൊ കാര്യമായിട്ട് പഠിത്തമൊന്നുമില്ല. ഒരു SLC വരെയൊക്കെ പഠിച്ചവരോ അല്ലെങ്കിൽ അതിലും കുറച്ച് പഠിച്ചവർക്ക് വരെ ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്ത കണക്കുകളാണ്. അപ്പൊ അതിന് നിങ്ങളുടെ ഭാഗത്തൊരു ഇൻട്രസ്റ്റ്, താല്പര്യം ഉണ്ടാകണം, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. കാരണം ഈ വാസ്തുശാസ്ത്രം എന്നല്ല, ഏത് പഠിക്കണമെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ്. കാരണം പഠിപ്പിക്കുന്നത് ഒരുപോലെയാണ്. ഇപ്പൊ ഒരാളെ കൂടുതൽ പഠിപ്പിക്കുന്നു, ഒരാളെ കുറച്ച് പഠിപ്പിക്കുന്നു. കാരണം ഇതെല്ലാം ഒരുപോലെയാണ്. എല്ലാവരെയും അധ്യാപകൻ പഠിപ്പിക്കുന്ന ഒരുപോലെയാണ്. പക്ഷെ പഠിപ്പിക്കുന്നത് അവർക്ക് എത്രത്തോളം അവർക്ക് ഹൃദയസ്ഥമായി എന്നത് ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും, പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. അവരുടെ എത്രത്തോളം ക്ലാസ്സൊക്കെ എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുക, എത്രത്തോളം സിൻസിയറിറ്റി അവർക്കുണ്ട്, പഠിക്കുന്നതിന് എത്രത്തോളം സിൻസിയറിറ്റി ഉണ്ട്. നമ്മൾ ഈ സിൻസിയർ പറഞ്ഞാല് ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടെന്നുള്ള വാക്കല്ല, അവർക്ക് ഗുണം വരാൻ വേണ്ടി ചെയ്യണം. ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, ഗുണം വരാം. നമ്മളിപ്പം വാസ്തുശാസ്ത്രം അനുസരിച്ചൊരു പ്ലാനൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വാസ്തുശാസ്ത്ര പ്രകാരമാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല അവർക്ക് എന്റെ ഗുണം കിട്ടിയിരിക്കും, 100% ഗുണം കിട്ടിയിരിക്കും. അപ്പൊ അങ്ങനെ ഇപ്പം പിന്നെ ഇന്ന കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് വാസ്തുശാസ്ത്രപരമായിട്ട് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമുക്ക് ഒരു വീട് വെക്കുന്നതിന് ഗുണാംശ തത്വം, പദയോനി തത്വം എന്നൊക്കെ ചില തത്വങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതൊക്കെ പഠിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ തത്വങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഈ പദയോനി തത്വത്തിലൊക്കെ പറയുന്നത് ഒരു വീടിന്റെ നീളം, അതുപോലെ ഒരു വീടിന്റെ വീതി. അപ്പൊ ഈ നീളം, വീതി, പിന്നെ ഈ നീളവും വീതിയും കൂടെ കൂട്ടി ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള വീടാണെങ്കിൽ നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ചുറ്റളവ് കിട്ടും. ഇതിനൊക്കെ ഈ 3ഉം തമ്മിൽ ബന്ധപ്പെടുത്തുമ്പോൾ ഒരു യോനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യോനിയൊക്കെ പറ്റി നിങ്ങൾ ഇപ്പം രണ്ടാമത് ഇനി പഠിക്കുമ്പോൾ അത് പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ ഒന്ന് ജസ്റ്റ് പറയുന്നത്, ഇത് 3ഉം ഒരേ യോനിയാണെങ്കിൽ, നീളവും വീതിയും ചുറ്റളവും ഒരേ യോനിയിലുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും ചിന്തിക്കുന്ന വാസ്തുശാസ്ത്രം, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്.
അത് നീളവും വീതിയും ചുറ്റളവും ഒരേ ജോലി. അത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും. അങ്ങനത്തെ വീട് എങ്ങനെ ചെയ്യാം, നീളവും വീതിയും ചുറ്റളവും ഒക്കെ ഒരേ യൂണിയനുള്ള വീടുകൾ എങ്ങനെ ചെയ്യാം. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ താമസിക്കുന്നവരുടെ വ്യത്യാസം വളരെ വ്യത്യാസം ഉണ്ടാവും. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് പഠിക്കാനുള്ള താല്പര്യം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. വളരെ സിൻസിയറായിട്ടായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുകയും ഓരോ ക്ലാസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പിന്നെ ഈ ക്ലാസ്സിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 99% ഞാൻ പല ബന്ധുക്കളുടെയും കല്യാണത്തിന് പോലും പോകാതെ ക്ലാസ് കാരണം ഞാൻ പോകാതിരുന്നിട്ടുണ്ട്. അതായത് ആ ഒരു ആത്മാർത്ഥതയോടുകൂടി, ആ ഒരു കമ്മിറ്റ്മെന്റോടു കൂടി ഞാൻ ക്ലാസ് എടുക്കുന്നു. അതേ കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ ഇത് വളരെ വിജയകരമായിട്ട് ഇത് ക്ലാസ് മുന്നോട്ട് പോകും. അപ്പൊ അതിന് അങ്ങനെ ഒരു നല്ല ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയി അതിന് വേണ്ടി ഞാൻ നിങ്ങളെ എല്ലാം വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അങ്ങനത്തെ ഒരു കോഴ്സിലേക്ക് വേണ്ടി. ഇനി നമ്മൾ ഇവിടുത്തെ ഈ കോഴ്സിനെ പറ്റി വാസ്തുശാസ്ത്രത്തെ പറ്റി ജനറലായിട്ട് ഒരുപാട് പിന്നെ ഒരു നമുക്ക് നമ്മുടെ ശരീരം ആരോഗ്യപരമായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മൾ ആഹാരവും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ആവശ്യത്തിനുള്ള എക്സസൈസ്, പിന്നെ വ്യായാമം ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് അസുഖമൊന്നും ഇല്ലാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ള അസുഖമാണ് വാസ്തുദോഷം എന്നുള്ളത്. ഒരു വീടിനുണ്ടാകുന്ന അസുഖത്തിനെയാണ് വാസ്തുദോഷം. അപ്പൊ വീടിന് അസുഖം ഉണ്ടാകാതെ അല്ലെങ്കിൽ വീടിന് വാസ്തുദോഷം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതും അഥവാ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കേണ്ടതും നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അത് നമ്മൾ പലരും ശരീരത്തിനുള്ളതൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ വീടിന് വാസ്തുദോഷം ഉണ്ടോ ഇല്ലെന്നൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് അതിനെപ്പറ്റി അത്രത്തോളം പലരും ശ്രദ്ധിക്കാറില്ല. നമ്മളുടെ ശരീരം എങ്ങനെ ആരോഗ്യപരമായി നമ്മൾ സംരക്ഷിക്കണോ അതേപോലെ തന്നെ നമ്മളുടെ വീടിനെയും ആരോഗ്യപരമായിട്ട് അസുഖമില്ലാതെ വാസ്തുദോഷങ്ങളില്ലാതെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അപ്പൊ അങ്ങനെ ആ ചുമതല നിറവേറ്റണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈ വാസ്തുദോഷങ്ങൾ, അതെങ്ങനെ പരിഹരിക്കാം, എന്തൊക്കെ വാസ്തു ഗുണങ്ങളുണ്ട്. കാരണം വാസ്തുദോഷങ്ങൾ പരിഹരിക്കുന്ന പല വിധത്തിലുണ്ട്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജിയാണ്. ഏത് ദോഷവും ഇപ്പൊ നമുക്ക് വാസ്തു അല്ല ഏതിലായാലും നമുക്കൊരു നെഗറ്റീവ് എനർജി വരുമ്പോഴാണ് ഒരു ദോഷം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുന്നത്. അതിനെ ഒരു പോസിറ്റീവ് എനർജി വെച്ച് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. കാരണം നെഗറ്റീവ് വരെ ഒരു പോസിറ്റീവ് വെച്ച് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്കുണ്ടാകുന്ന പല വാസ്തുദോഷപരമായിട്ടുള്ള പല ഒരു വാസ്തു ഗുണങ്ങൾ കൊണ്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അതുപോലെ പല വിധത്തിൽ ഈ വാസ്തുദോഷത്തിന് പരിഹാരം ചെയ്യുക. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇപ്പോഴും പറഞ്ഞതൊക്കെ ഒരു ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസപ്പെട്ട് കൂടുതൽ അതിലോട്ട് കടക്കുന്നില്ല. അപ്പൊ വാസ്തുദോഷങ്ങൾ പരിഹരിക്കുന്നതിന് പല ഒരേ വാസ്തുദോഷം തന്നെ പല മെത്തേഡ് കൂടി പരിഹരിക്കാം. നമുക്കൊരു അസുഖം തന്നെ ചിലപ്പോൾ പല മരുന്നുകൾ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന വരും. ഡോക്ടർ അറിഞ്ഞുകൊണ്ട് ഏത് മരുന്നാണ് അവർക്ക് ഏറ്റവും പറ്റിയത് അതനുസരിച്ച്. അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു വീട്ടിലെ വാസ്തുദോഷത്തിന് ചെയ്യുന്ന അതേപോലെ ആയിരിക്കണം എന്നില്ല വേറൊരു വീട്ടിൽ. അതിന് ചില വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പൊ അതിന് നമ്മൾ പല വാസ്തുദോഷങ്ങളും എന്താണ് മനസ്സിലാക്കിയപ്പോൾ അതിനൊക്കെ ഒരു ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും വാസ്തുദോഷങ്ങൾ തന്നെ ആദ്യം ഏത് നോക്കണം പിന്നെ ഏത് നോക്കണം, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഓർഡർ ഒക്കെ വരണം. അത് കൂടുതൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സൈഡ് വരുമ്പോൾ ഈ തിയറി സൈഡല്ല, ഈ വാസ്തു ഡിപ്ലോമയിലല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയിൽ അതൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് ആപ്ലിക്കേഷൻ ഫീൽഡാണ്, അത് കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ അതിനകത്ത് ഇനി വേറെ ഒരു കാര്യം മനസ്സിലാക്കി, ഇതിന് 3 പുസ്തകങ്ങൾ നിങ്ങൾക്ക് തരും. 3 പുസ്തകം ഞാൻ തന്നെ എഴുതിയ പുസ്തകങ്ങളാണ്. അത് 3 വോളിയമായിട്ടാണ്. വോളിയം 1, വോളിയം 2, വോളിയം 3. അത് ലൈബ്രറിയിലോ അല്ലെങ്കിൽ കടകളിലോ ഒന്നും കിട്ടില്ല. ടെക്സ്റ്റ് ബുക്കായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഈ ഭാരതീയ വാസ്തുജ്യോതിഷ പഠനശാലയിലും ഇതുപോലെ തന്നെ ഞാനിവിടെ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഞാൻ വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഗവൺമെന്റ് സംസ്കൃത് കോളേജിന്റെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെന്ററിലും വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്ന ഞാനാണ്. അപ്പൊ ആ സംസ്കൃത് കോളേജിലും അതുപോലെ തന്നെ ഭാരതീയ വാസ്തുജ്യോതിഷ പഠനശാലയിലും ടെക്സ്റ്റ് ബുക്കായിട്ട് സ്വീകരിച്ചിട്ടുള്ള 3 പുസ്തകങ്ങളുണ്ട്. അപ്പൊ ആ 3 പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ വരും. നിങ്ങൾക്ക് ഇതിന്റെ ഡയറക്ടറുണ്ട് ശ്രീ ലാൽ. അപ്പൊ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ അത് ഏതാണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ സിലബസ്, അതിന്റെ ഓർഡറൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് ചിലപ്പോൾ മാറിയെന്ന് വരും. എന്നാലും ഏതാണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ ഡിപ്ലോമ കോഴ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഈ 3 പുസ്തകങ്ങളുടെയും ഉള്ളടക്കമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ സിലബസ് അനുസരിച്ചുള്ള പുസ്തകമാണ്. ഇത് വാസ്തുശാസ്ത്രത്തിന്റെ നമ്മുടെ ഈ ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് അനുസരിച്ച് ഉള്ളൊരു പുസ്തകമാണ് ഈ 3 പുസ്തകം. ഈ 3 പുസ്തകത്തിൽ കൂടി ഈ കോഴ്സ് ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടും അടങ്ങിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ 3 ബുക്കുകൾ നിങ്ങൾ
എനിക്ക് എൻ്റെ ശരിയാണെങ്കിൽ ഇതിന്റെ ഫീസ് നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ കൂടി ഉൾപ്പെടെയാണ്. അപ്പൊ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. ഇതിന്റെ ഡയറക്ടർ TP ലാൽ ഉണ്ട്, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് കൂടാതെ വേറെ പറയാനുള്ളത്, ഇപ്പൊ എൻ്റെ ഈ 3 പുസ്തകങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കാവൂ. അത് ഒരിക്കലും ധാരാളം പുസ്തകങ്ങൾ വാസ്തുശാസ്ത്രത്തിലുണ്ട്. അത് വളരെ ഈ പൗരാണിക ഗ്രന്ഥങ്ങളുണ്ട്, അതുപോലെ ആധുനിക ആയിട്ടുള്ള ഇപ്പൊ എന്നെ പോലുള്ളവർ എഴുതുന്നു, വേറെ അല്ലെങ്കിൽ ബുക്കുകൾ എഴുതുന്നു, അങ്ങനെയുള്ള പുസ്തകങ്ങളുമുണ്ട്, പൗരാണിക ഗ്രന്ഥങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പൗരാണിക ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഫോളോ ചെയ്യുന്ന പൗരാണിക ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിൽ ഒന്ന്, കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് പിന്നെ മനുഷ്യാലയ ചന്ദ്രിക. മനുഷ്യാലയ ചന്ദ്രിക എന്ന തിരുമംഗലത്ത് നീലകണ്ഠ മൂസ, അദ്ദേഹം 700-750 വർഷം മുമ്പ് സംസ്കൃതത്തിൽ എഴുതിയ ഒരു പുസ്തകമാണ് മനുഷ്യാലയ ചന്ദ്രിക. മനുഷ്യാലയം എന്ന വീട് എന്നുള്ളർത്ഥം, മനുഷ്യാലയവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് അദ്ദേഹം മനുഷ്യാലയ ചന്ദ്രിക. അപ്പൊ അതാണ് ഈ മനുഷ്യാലയ ചന്ദ്രിക എന്നുള്ള പുസ്തകമാണ്. അത് സംസ്കൃതത്തിലാണ് എഴുതിയത്. ഇന്ന് അതിന്റെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ധാരാളം ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. അപ്പൊ ഈ മനുഷ്യാലയ ചന്ദ്രിക എന്നുള്ള പുസ്തകത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ വാസ്തു വിദഗ്ധര് ഫോളോ ചെയ്യുന്ന ബുക്ക് അതാണ്. അപ്പൊ അത് അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ബുക്ക്. രണ്ടാമത്, നമ്മളിപ്പോ തമിഴ്നാട്ടിലോട്ട് പോവുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ കൂടുതൽ ഫോളോ ചെയ്യുന്ന ബുക്ക് മയമതമാണ്. മയമതം അത് കുറെ കൂടി ഈ മനുഷ്യാലയത്തിനേക്കാൾ കുറെ കൂടി പിന്നെ പൂർവമായ അല്ലെങ്കിൽ കുറെ കൂടെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബുക്കാണ് മയമതം. അപ്പൊ ഈ മയമതം അതും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പൊ ഈ മയമതം ഞാൻ ഫോളോ ചെയ്യുന്ന ബുക്കുകളാണ് ഞാൻ പറഞ്ഞ, ഒന്ന് മനുഷ്യാലയ നേരത്തെ ഞാൻ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ബുക്കാണ്. 2 മയമതം, അതാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ബുക്ക്. 3 ഹലോ, മയമതം ആര് എഴുതിയതാ? മയമതം ശരിക്ക് പണ്ട് കാലത്ത് അതിന് ട്രാൻസ്ലേഷൻസ് ഒരുപാട് വരുന്നുണ്ട്. അതിന് ഒരു മയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാവണൻ ശ്രീരാമന്റെ കാലത്തൊക്കെ ഉള്ള മയന്റെ ഇതാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് അന്നത്തെ കാലത്ത് എല്ലാം ഈ എഴുത്തൊന്നും ഇല്ല, പറഞ്ഞു പഠിച്ച് അങ്ങനെ വന്ന് ആചാര്യന്മാരിൽ കൂടി ധാരാളം ആചാര്യന്മാരിൽ കൂടി വന്ന് അങ്ങനെ വന്നിട്ടുള്ളതാണ് മയമതം. അല്ല പ്രത്യേകിച്ച് ഇന്നാര് ഗ്രന്ഥകർത്താവിനെ പറയാൻ മയമതമുണ്ട്, മാനസാരയുണ്ട്. മാനസാര ഇത് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ഗ്രന്ഥമാണ് മാനസാര. ഇപ്പൊ നമ്മള് പിന്നെ കർണാടകയിലെ ആന്ധ്രാപ്രദേശിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ മാനസാരയാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് അവിടുത്തെ വാസ്തു വിദഗ്ധർ കൂടുതലും ഫോളോ ചെയ്യുന്ന മാനസാരയാണ്. അത് കർണാടക, ബാംഗ്ലൂർ, ആ ഭാഗത്ത്, ആന്ധ്രാപ്രദേശ്, കർണാടക ഭാഗത്ത്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെയാണെങ്കിൽ അവിടെ കൂടുതലും ഫോളോ ചെയ്യുന്ന ബൃഹത് സംഹിതയാണ്. ബൃഹത് സംഹിത എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഒരു വാസ്തു മാത്രമല്ല, പല കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും വാസ്തുശാസ്ത്രത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഇതാണ് ബൃഹത് സംഹിത. അപ്പൊ ഈ ബുക്കുകൾ, അതായത് ഒന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന മനുഷ്യാലയ ചന്ദ്രിക, 2 തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന മയമതം, 3 ആന്ധ്രാപ്രദേശ്, കർണാടക അവിടെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന മാനസാര, 4 നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ബൃഹത് സംഹിത. ഇത് 4 നമുക്ക് ഒരുമാതിരി ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സബ്ജക്റ്റ് നമുക്ക് അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വാസ്തുശാസ്ത്ര കൺസൾട്ടന്റായിട്ട് നമുക്ക് എവിടെയും പോകാൻ സാധിക്കും. അപ്പൊ ഈ 4 ബുക്കുകൾ തന്നെ നമുക്ക്, ഞാൻ ഈ 4 ബുക്കുകളെ റെഫർ ചെയ്യുന്നുള്ളൂ. മറ്റു ബുക്കുകൾ അതുകൊണ്ട് ഈ 4 ബുക്കേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ധാരാളം ബുക്കുകൾ വേറെയുണ്ട്. വളരെ ആധികാരിക ഗ്രന്ഥങ്ങളായിട്ടുള്ള വേറെ പല ബുക്കുകളുണ്ട്. സംസ്കൃതത്തിലാണ് കൂടുതലും. പലതിനും മലയാളം ട്രാൻസ്ലേഷൻ ഒന്നും അവൈലബിൾ അല്ല പല ബുക്കുകളും. പക്ഷെ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ ബുക്കുകൾക്കൊക്കെ ഇപ്പൊ മാനസാരയ്ക്ക് അധികം ഇല്ലാതെ ഇപ്പൊ അടുത്ത കാലത്ത് മാനസാരയ്ക്കും വന്നിട്ടുണ്ട്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. മലയാളം ഇറങ്ങിയെന്നുള്ള ഇതുവരെ ഇറങ്ങിയിട്ടില്ല എൻ്റെ അറിവില്. അപ്പൊ ഇതുപോലുള്ള ബുക്കുകൾ, ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ പക്ഷെ ഇപ്പൊ നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരു ലെവലിലൊക്കെ നമ്മൾ എത്തിയാല് ഈ മയമതവും അല്ലെങ്കിൽ മനുഷ്യാലയ ചന്ദ്രികയൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ നോക്കുള്ളൂ. അല്ലെങ്കിൽ വെറുതെ വായിക്കുമ്പോൾ നമുക്ക് പിന്നെ വായിച്ചു നോക്കാം, പക്ഷെ അങ്ങനെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷെ കുറച്ച് ഒരു ബേസിക്, അതായത് നമ്മുടെ ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള ആ ഒരു അറിവ് നമുക്കുണ്ടാവും. അപ്പൊ അങ്ങനെ ആ പുസ്തകങ്ങളെ പറ്റി അതാണ് ഞാൻ പ്രത്യേകം ഉദ്ദേശിച്ചത്. പിന്നെ ഇതുപോലെ പറഞ്ഞ് നിങ്ങൾ കഴിയുന്നത് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സിൻസിയറിറ്റി, ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുക. ഒരു ക്ലാസ്സിൽ ഇതൊരു കണ്ടിന്യൂസ് ആണ്, ഇന്നത്തെ തന്നെ കണ്ടിന്യൂഷൻ നടത്തുക. അപ്പോൾ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടില്ല. ഇനി അഥവാ നമുക്കെല്ലാം പല കാര്യങ്ങളുണ്ട്, ഇത് മാത്രമല്ല നമ്മുടെ വേറെ പല കാര്യങ്ങളും നമുക്കെല്ലാം ഉണ്ട്. ചിലപ്പോൾ ഒരു ക്ലാസ് ചിലപ്പോൾ നമുക്ക് മിസ് ചെയ്താൽ, കഴിയുന്ന മിസ് ചെയ്യാതിരിക്കുക.
ഇപ്പൊ ഇതിന്റെയൊക്കെ കോപ്പി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. പക്ഷെ ആ കോപ്പി കിട്ടുന്നതും ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് കോപ്പി വായിച്ച് പഠിച്ചു പോകുമ്പോൾ മനസ്സിലാവും. അതെല്ലാം ഞാൻ അങ്ങനെ പഠിച്ചോളാം എന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് ഇപ്പൊ നേരത്തെ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പോയി, അത് ഇവിടുത്തെ ഈ ക്ലാസ്സിലല്ല, കാണിപ്പൂ തിരുമി എടുക്കുന്ന ക്ലാസ്സിൽ അതിന്റെ കണക്കുകൾ വന്നപ്പം അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കണക്കുകളല്ല, ഏതിലായാലും ശരി, നമ്മൾ നേരിട്ട് അറ്റൻഡ് ചെയ്യുന്നതും ഇതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് അതിൻ്റെതായ തന്നെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് തന്നെ അത് രണ്ടും ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുക, സിൻസിയറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ ഇത് പഠിക്കുന്നത് രണ്ട് വിധത്തിൽ ഇത് പഠിക്കാം. ഒന്ന്, ഇപ്പം നമ്മളൊക്കെ സ്കൂളിലും കാളിലൊക്കെ പലരും അങ്ങനെ പഠിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാണാതൊക്കെ പഠിച്ച്. അപ്പൊ അത് പഠിക്കണം എന്നുള്ള താല്പര്യമല്ല, പരീക്ഷ പാസ്സാകണം എന്നുള്ള താല്പര്യം. പരീക്ഷ പാസ്സാവാൻ വേണ്ടി പഠിക്കുന്നു. പരീക്ഷ പാസ്സാവാൻ വേണ്ടി പഠിച്ച് പരീക്ഷ പാസ്സായെന്നും വരാം, പാസ്സായില്ലെന്നും വരാം. പക്ഷെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കുറെ പോർഷനൊക്കെ വിട്ടു, ഇത് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഇല്ല, അത് വിടാം. അപ്പൊ അങ്ങനെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം മാത്രം നോക്കി പഠിച്ച് അങ്ങനെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതാൻ പാസ്സാവാൻ ചിലപ്പോൾ നല്ല മാർക്കും വാങ്ങിച്ചെന്ന് വരാം. പക്ഷെ അങ്ങനെ കുറെ ഭാഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിടുന്നു. പക്ഷെ ആ ഇത് പഠിക്കുമ്പോൾ ഇത് നമ്മൾ ശരിക്കും പഠിക്കുന്നത് ഒരു പരീക്ഷ പാസ്സാകുക എന്നുള്ള അതിൻ്റെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ലക്ഷ്യമാണെങ്കിലും അതിനേക്കാൾ വലിയ ലക്ഷ്യം ഈ സബ്ജക്റ്റ് മനസ്സിലാക്കുക. ഇത് നമുക്കും മറ്റുള്ളവർക്കും ഗുണകരമായി എങ്ങനെ ഇത് പ്രയോഗിക്കാം എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന് ഈ നമ്മൾ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് എല്ലാം ഈ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എനിക്ക് തന്നെ അറിയാം, ഇപ്പൊ ഒരു കോട്ടയത്തുള്ള ഒരു സ്റ്റുഡന്റ് ഇപ്പൊ ആദ്യം ഒരു 10-15 വർഷം മുമ്പ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ മുമ്പ് ഇപ്പൊ അങ്ങനെ അവിടെ ഒന്നും പോകുന്നില്ല. കോട്ടയത്തും ആലപ്പുഴയും ഞാൻ പോയി ക്ലാസ് എടുത്തോളൂ. ട്രിവാൻഡ്രത്തും കോട്ടയത്തും ആലപ്പുഴയും പോയി ക്ലാസ് എടുത്തോണ്ടിരുന്നു. ഓരോ ആഴ്ചയും ഈ 3 സ്ഥലത്തും പോയി ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ എടുത്തോണ്ടിരുന്നപ്പം കോട്ടയത്തുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പം പിന്നെ അങ്ങേരെ ഇതുപോലെ ഒരു ക്ലാസ്സിൽ വന്നു. പക്ഷെ അവിടെ വെച്ച് ഏറ്റവും കൂടെ പഠിച്ചു ഈ ഒരു ബേസിക് കംപ്ലീറ്റ്. എന്നാൽ ഈ പിന്നെ ഡിപ്ലോമ കോഴ്സിന് ബേസിക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിന് അഡ്വാൻസ് എന്നാണ് പേര് പറഞ്ഞിരുന്നത്. അപ്പോൾ ബേസിക്കും അഡ്വാൻസ് ഒക്കെ പുള്ളി പഠിച്ചു. പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്ക് തോന്നി അത് പോരാന്ന് പറഞ്ഞ് വീണ്ടും പുള്ളി അഡ്വാൻസ് കഴിഞ്ഞിട്ട് വീണ്ടും പുള്ളി രണ്ടും ഒന്നുകൂടെ പഠിച്ചു. കാരണം ഒന്നുകൂടെ തറവാണെന്ന് വിചാരിച്ചിട്ട്. കാരണം പുള്ളിക്ക് പക്ഷെ എനിക്ക് അങ്ങനെ വളരെ ഓരോ കാര്യങ്ങൾ അവിടെ ആദ്യമൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ സംശയങ്ങളൊക്കെ പലതും ചോദിക്കുമായിരുന്നു. ഇപ്പൊ അവിടെ നമുക്ക് അവിടുത്തെ ക്ഷേത്രം ഉണ്ടല്ലോ, മെയിൻ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിൽ വലിയൊരു ആർച്ചും എല്ലാം ഉണ്ടാക്കി നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും, കണ്ടു. അത് ഈ ഒരു വിമലാണ് അത് ചെയ്തത്. വിമലിന്റെ ബേസിക്കും അഡ്വാൻസും എൻ്റെ കൂടെ പഠിച്ചത്. അപ്പൊ അങ്ങനെ അദ്ദേഹമാണ് ഇപ്പൊ അവിടെ ആ ആർച്ച് എല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ അവിടുത്തെ ഒരു മെയിൻ കോൺട്രാക്ടറുമാണ്, അതുപോലെ തന്നെ വാസ്തുവിലെ എക്സ്പേർട്ടുമാണ് പുള്ളി ഇപ്പോൾ അവിടെ. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇവിടെ വരാറും ഒക്കെ ഉണ്ട്. പുള്ളി വളരെ ഞങ്ങളൊരു ഗുരുശിഷ്യ ബന്ധം ഇപ്പോഴും അങ്ങനെ ശിഷ്യൻ എന്ന് പറയാക്കില്ല. പുള്ളി ഒരുപാട് വർക്കുകളൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു താല്പര്യം, സിൻസിയറിറ്റി, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തു. ബേസിക് കോഴ്സിനും അഡ്വാൻസ് കോഴ്സിനും ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു പുള്ളിക്ക്, ഏറ്റവും കൂടുതൽ മാർക്ക് പുള്ളിക്കാൻ കിട്ടിയത്. എന്നിട്ടും പുള്ളി ഒന്നുകൂടെ അറ്റൻഡ് ചെയ്തു. കാരണം ആ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കണം. കുറച്ചുകൂടെ എവിടെയൊക്കെ ചെറിയ സംശയങ്ങൾ എനിക്കുണ്ട്, അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കാം. അപ്പൊ ഒന്നുകൂടെ പഠിക്കുമ്പോൾ കുറെ കൂടെ കൂടുതൽ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞത് ആ ഒരു സിൻസിയറിറ്റി നിങ്ങളുടെ ഭാഗമാണ്. രണ്ടാമത് പഠിക്കണം, അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷെ ആ പഠിക്കണം, ഈ സബ്ജക്റ്റ് മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അതുണ്ടായാൽ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഈ സിൻസിയറായിട്ട് ക്ലാസ്സിലൊക്കെ വരിക, എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. പിന്നെ ഒന്നുള്ളത്, ഈ പഠിക്കുന്നത് തന്നെ ഒരു എന്താ പറയുക, ഒരു ഗവേഷണ ത്വര വേണം. റിസർച്ച് മെന്റാലിറ്റി അല്ലെങ്കിൽ ഗവേഷണ ത്വരയോടുകൂടി പഠിക്കണം. കാരണം ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദിവസവും നമ്മുടെ വീടുകൾ ഇവിടെ പല കാര്യങ്ങളും വാസ്തുപരമായ ചില ഗുണങ്ങളെ പറ്റിയും അതുപോലെ വാസ്തുപരമായ ചില ദോഷങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ വീടുകളെ പറ്റിയോ അല്ലെങ്കിൽ മറ്റു കെട്ടിടങ്ങളെ പറ്റിയൊക്കെയാണ്. നമ്മളെല്ലാം പല വീടുകളും കെട്ടിടങ്ങളും കണ്ടിട്ടുള്ളവരാണ്. നമ്മളിപ്പോൾ പോയാൽ നമ്മുടെ വീട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ വീടുകളോ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ വീടുകളൊക്കെ നമ്മൾ പലപ്പോഴും പോവുകയും കാണുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്ന ചില ഗുണങ്ങൾ അല്ലെങ്കിൽ ചില ദോഷങ്ങൾ ഈ വീടുകളിൽ ഉണ്ടായെന്ന് വരാം. അപ്പൊ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പം അവിടെ നിങ്ങൾക്ക് നോക്കാം, അവിടെ ഇന്ന ദോഷം ഇത് നമ്മൾ പഠിച്ചതാണ്, ഇത് മനസ്സിലാക്കിയതാണ്, ഇത് ദോഷമുണ്ടല്ലോ. അപ്പൊ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു മൂല, കന്നിമൂലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം വടക്ക് പടിഞ്ഞാറ് മൂല അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്, വീട്ടിലോ അല്ലെങ്കിൽ പുരയിടത്തിനൊക്കെ ഒരു കട്ടിങ് ഉണ്ട്. അപ്പൊ അങ്ങനെ കട്ടിങ് ഒരു ദോഷമാണെന്നും ആ ദോഷം കൊണ്ട് എന്തൊക്കെ ദോഷഫലം ഉണ്ടാകുന്നൊക്കെ നമ്മുടെ വാസ്തുവിൽ പഠിക്കും.
അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയക്കാരിലോ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വീട്ടിലോ ഒക്കെ അങ്ങനെ ഒരു കട്ടിങ് ഉണ്ടെങ്കിൽ ആ കട്ടിങ് മൂലം ഉണ്ടാകാവുന്ന ദോഷം ആ വീട്ടിലുള്ളവർക്ക് സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ അത് ദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ സംഭവിക്കണമല്ലോ. അല്ലെങ്കിൽ ഇത് ശാസ്ത്രമല്ല. ശാസ്ത്രമാണെങ്കിൽ ഇന്ന ദോഷം ഉണ്ടെങ്കിൽ ഇന്ന ഫലം വരും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ദോഷം ഉള്ളിടത്തെല്ലാം ആ ഫലം വരണം. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടില്ലെന്നും വരും. ഈ ഫലം ഉള്ള സ്ഥലങ്ങളും വരും, ഇല്ലാത്ത സ്ഥലവും വരും. അങ്ങനെ ഇല്ല എന്ന് കണ്ടാൽ എന്തുകൊണ്ടില്ല? അപ്പൊ അതാണ് ഞാൻ ഗവേഷണം എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ച് മെന്റാലിറ്റി. ചില ഇങ്ങനെ ഇന്നതുപോലെ വന്നാൽ ഇന്നത് വരും പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ അതിന്റെ ദോഷം അല്ല ഗുണമായിട്ട് വരുന്ന ചില വീട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ ഓരോ ദോഷം അല്ലെങ്കിൽ ഗുണം വരുമ്പോൾ അതിന്റെ ഫലം ആ വീട്ടിൽ നമുക്കിപ്പോൾ നമ്മുടെ സുഹൃത്തോ ബന്ധുക്കളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവരുടെ ആരോഗ്യസ്ഥിതിയും അവരുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അവരുടെ റിലേഷൻഷിപ്പ് അതൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഗുണം അല്ലെങ്കിൽ ദോഷം കൊണ്ടുണ്ടാകേണ്ട ഫലം അവിടെ ഉള്ളവർ അനുഭവിക്കുന്നുണ്ടോ അതോ ഇല്ലയോ? ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അനുഭവിക്കുന്നില്ല? അപ്പൊ അങ്ങനെ വരുമ്പോൾ അതാണ് ഞാൻ റിസർച്ച് മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു ഗവേഷണ ത്വര എന്ന് ഞാൻ പറയും. ഗവേഷണ ആ ഒരു മെന്റാലിറ്റിയോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനും പറ്റും. ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ഒരുപാടങ്ങ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പൊ ഇവിടെ ഈ ഡിപ്ലോമ കോഴ്സാണ്. ഡിപ്ലോമ കോഴ്സിൽ നമുക്ക് പിന്നെ ഏതാണ്ട് ഫുള്ളായിട്ടുള്ള വാസ്തുശാസ്ത്രത്തെ പറ്റിയുള്ള ഒരു ബേസിക്, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഒരു പഠിക്കാനായിട്ട് നമുക്ക് ഇത് ഏറ്റവും ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മറ്റുള്ളതിലൊക്കെ പോകേണ്ടത്. അപ്പൊ ഇതിന് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പൊ ഇന്നൊക്കെങ്കിൽ നമുക്കിപ്പോൾ എൻ്റെ സിലബസ് ഞാൻ ഇന്ന് തരാമെന്ന് വിചാരിക്കുക. അടുത്ത ക്ലാസ് മുതലെങ്കിൽ നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് തുടങ്ങണം. ഇന്ന് സിലബസ് തരാമെന്ന് വിചാരിക്കുന്നു. 3 പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ ഒന്നാമത്തെ പുസ്തകം ഇതാണ്, കാണാമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ 3 പുസ്തകങ്ങൾ. ഇത് വോളിയം 1 ഇവിടെ ഇതിലുണ്ട്, ഭാഗം 1. വോളിയം 1 ആണ്, ഭാഗം 1. ഇതുപോലെ ഭാഗം 2ഉം ഭാഗം 3ഉം ഉണ്ട്. ഈ 3ഉം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഈ ഡിപ്ലോമ കോഴ്സിന്റെ സിലബസ് ഈ ഭാഗം 1, 2, 3 കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം നമുക്ക് ഈ ഭാരതീയ വാസ്തുശാസ്ത്രം പോലെ തന്നെ ഇന്ന് വളരെ കൂടുതൽ പ്രചരിക്കുന്ന ഒന്നാണ് ചൈനീസ് വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ ഫെങ്ഷുയി എന്ന് പറയുന്നത്. ഈ ഫെങ്ഷുയി എന്ന് പറയുന്നത് ചിലർ പറയും ഇതൊക്കെ ചൈന ശാസ്ത്രമല്ല, ഇത് നമുക്ക് എന്ത് ഗുണം എന്നൊക്കെ പറയും. പക്ഷെ ഫെങ്ഷുയിലെ പല കാര്യങ്ങളും വളരെയധികം ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണ്. പലരും അങ്ങനെ ഒന്ന് മനസ്സിലാക്കിയല്ലേ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചൊക്കെ ചെയ്യുകയാണ്. അപ്പൊ നമുക്കിവിടെ ഒരു ചാപ്റ്റർ ഫെങ്ഷുയി ഇന്റഗ്രേറ്റഡ് വാസ്തുവാണ്. ഇന്റഗ്രേറ്റഡ് വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംയോജിത വാസ്തുശാസ്ത്രം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇന്റഗ്രേറ്റഡ് വാസ്തു അതായത് ഈ ഭാരതീയ വാസ്തുശാസ്ത്രവും ചൈനീസ് ഫെങ്ഷുയിയും വേറെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ മാജിക് അല്ല സോറി മന്ത്ര പിന്നെ ഇൻസ്റ്റലേഷൻ, അതായത് മന്ത്ര കറക്ഷൻസ് എന്ന് പറയും. മന്ത്രപരിഹാരങ്ങൾ, ചില മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില വാസ്തുദോഷങ്ങൾ പരിഹാരങ്ങളുണ്ട്. യന്ത്ര കറക്ഷൻസ് ഉണ്ട്, ചില യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിഹാരങ്ങളുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് പരിഹാരങ്ങളൊക്കെ ഉണ്ട്. ലോഹങ്ങൾ ഉള്ള മെറ്റൽ കറക്ഷൻസ് ഉണ്ട്, ചില ലോഹങ്ങൾ വെച്ചിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുന്നതൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സാണ്. ഡിപ്ലോമ കോഴ്സ് കൂടുതലായിട്ടില്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു മനസ്സിലാക്കാറുണ്ട്. പിരമിഡുകൾ ഉപയോഗിച്ചുള്ള പരിഹാരങ്ങളുണ്ട്. ആ പിരമിഡിനെ പറ്റി ചുരുക്കി പറയാം. പിരമിഡ് ഭാരതീയ വാസ്തുശാസ്ത്രത്തിലില്ല. ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ പിരമിഡുകളെ പറ്റി പറയുന്നില്ല, പിരമിഡ് പരിഹാരവും പറയുന്നില്ല. ഈ പിരമിഡുകൾ വാസ്തുദോഷ പരിഹാരങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് ആദ്യം മനസ്സിലാക്കിയത് ജർമ്മൻകാരാണ്. അവരുടെ പരീക്ഷണങ്ങൾ പല കാര്യങ്ങൾ അവർ ഗവേഷണം ചെയ്തപ്പോൾ, അവർ റിസർച്ച് ചെയ്തപ്പോൾ ഈ പിരമിഡ് കൊണ്ട് പല വാസ്തുദോഷങ്ങളും പരിഹരിക്കാൻ സാധിക്കും. അപ്പൊ അതിനുള്ള എങ്ങനെ വേണമെന്നൊക്കെയുള്ള അതിന്റെ ആപ്ലിക്കേഷനും അതെല്ലാം അവരാണ് ആദ്യം അത് കൊണ്ടുവന്നത്. ഇന്നിപ്പം ലോകം മുഴുവൻ എല്ലാ സ്ഥലത്തും അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ പിരമിഡുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പിരമിഡുകൾ ഉപയോഗിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇതിനകത്തും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിരമിഡ് എങ്ങനെയാണ്, അപ്പൊ അത് ചില പിരമിഡുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാരതീയ വാസ്തുശാസ്ത്രം ഇല്ല. നമ്മളിപ്പം ചെല്ലു പറയും നമ്മള് യോഗ നമ്മൾ ഭാരതത്തിലാണ് തുടങ്ങിയത്. അത് യോഗ ഭാരതത്തിലാണ് തുടങ്ങിയത്. നമുക്കെന്ത് എന്തിനു വേണമെന്ന് പറയാൻ അമേരിക്കക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാർ ചോദിക്കുന്ന പോലെ ഉള്ളൂ. പിന്നെ ചൈനക്കാർ തുടങ്ങിയത് നമുക്കെന്താണ്? ചൈനക്കാർ തുടങ്ങിയാലും ആര് തുടങ്ങിയാലും ഇത് ജർമ്മനാണ്. ഈ പിരമിഡ് ജർമ്മൻ ഇതാണ്. അല്ലാതെ വേറെ ഒരുപാട് ചൈനക്കാർക്ക് ഇത് ധാരാളം വാസ്തുപരമായിട്ട് കാണാം. ഫെങ്ഷുയി എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ നിന്ന് പോയതാണ്. ഫെങ്ഷുയി അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഞാൻ ഇപ്പം കൂടുതലായിട്ട് ഇപ്പം പറയാൻ സമയമില്ല.
അപ്പോൾ ഈ ഫെങ്ഷി നമുക്ക് പഠിക്കാറുണ്ട്. ഒരു ഫെങ്ഷി ആൻഡ് ഇന്റഗ്രേറ്റഡ് വാസ്തു എന്ന് വെച്ചാൽ ഫെങ്ഷുയും ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയും സംയോജിത വാസ്തുശാസ്ത്രം ഇന്റഗ്രേറ്റഡ് വാസ്തു അത് നമുക്ക് പഠിക്കാനുണ്ട്. അതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കറക്ഷൻ ഫെങ്ഷുയി കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് വരും. ആദ്യം താമസിയാതെ മിക്കവാറും ഒരു വിത്തിൻ്റെ മന്ത് കറക്ഷൻ ചെയ്ത് 1 മാസത്തിനകം തന്നെ അതിന്റെ ഫലം നമുക്ക്, നമ്മളിപ്പോ ഇന്നൊരു കറക്ഷൻ ചെയ്യുന്നു, 1 വർഷം കഴിഞ്ഞാണ് അതിന്റെ ഫലം കിട്ടുന്നത്. നമുക്കിപ്പോൾ ചിലപ്പോൾ അറിയാവില്ല ഇത് അതുകൊണ്ടാണെന്ന് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഭാരതീയ വാസ്തുശാസ്ത്രത്തിലെ പല പെട്ടെന്ന് പിന്നെ കോർണർ മിസ്സിംഗ് ഒക്കെ അപൂർണമായ മൂലയൊക്കെ വന്നാൽ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ചുറ്റളവിലൊക്കെ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടാനായിട്ട് ഒരു 6 മാസമെങ്കിലും സാധാരണ എടുക്കും. അതിന്റെ ആ പോസിറ്റീവ് എനർജി കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജി ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി ഒരു സന്തുലിതാവസ്ഥ, ഒരു ഹാർമോണിയസ് ആ ഒരു അവസ്ഥ വരണം എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു 6 മാസമൊക്കെ എടുക്കും ഭാരതീയ വാസ്തുപ്രകാരമുള്ള കറക്ഷൻസ്. പക്ഷെ ഫെങ്ഷുയി കറക്ഷൻസ് റിസൾട്ട് പെട്ടെന്ന് കിട്ടും. പക്ഷെ പിന്നെ വേറെ കാര്യമുള്ളത്, ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം നമ്മൾ കറക്റ്റ് ചെയ്താൽ അത് ഒരിക്കൽ കറക്റ്റ് ചെയ്താൽ പിന്നെ ഒരിക്കലും അതവിടെ ആ കറക്ഷൻ അവിടെ ഉള്ളിടത്തോളം കാലം ആ ദോഷം പിന്നെ വരില്ല. അത് പെർമനന്റ് ക്യൂറാണ്. ഈ ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വാസ്തുദോഷ പരിഹാരം ചെയ്ത് അത് പെർമനന്റ് ക്യൂറാണ്. പക്ഷെ ഫെങ്ഷി പ്രകാരമുള്ള കറക്ഷൻസ് പലതും പെർമനന്റ് അല്ല. കുറെ കഴിയുമ്പോൾ അതിന്റെ ആ ശക്തി, പക്ഷെ അതിന്റെ ശക്തി കുറഞ്ഞു വരും ഈ ഫെങ്ഷി കറക്ഷൻ. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് വാസ്തു ആണെങ്കിൽ അതിനകത്ത് ഫെങ്ഷിയും ഉണ്ട് ഭാരതീയ വാസ്തുശാസ്ത്രമുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് ഫെങ്ഷി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ഭാരതീയ വാസ്തുശാസ്ത്രം ഉള്ളതുകൊണ്ട് ആ റിസൾട്ട് പ്രൊളോങ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ രണ്ടിന്റെയും കൂടെ ഗുണം വരുന്നതാണ് ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം. അത് നിങ്ങൾ ഈ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വളരെയധികം റിസൾട്ട് അവിടെ, കാരണം അധികം താമസിയാതെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നു. അത് ഫെങ്ഷിയുടെ കറക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരിക്കൽ കിട്ടുന്ന റിസൾട്ട് ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള കറക്ഷൻ ഉള്ളതുകൊണ്ട് റിസൾട്ട് കിട്ടാൻ ഈ ഫെങ്ഷിന്റെ ആ റിസൾട്ട് കുറഞ്ഞു വരുമ്പോൾ അതിന്റെ ശക്തി കുറഞ്ഞു വരുമ്പോൾ ഇത് ശക്തിപ്പെടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരിക്കൽ ഒരു വളരെ എളുപ്പം പ്രയോജനം കിട്ടുന്നതല്ല, ആ പ്രയോജനം വളരെ കണ്ടിന്യൂസ് ആയിട്ട് പോകാനും ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം സഹായിക്കും. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് വരും. നമുക്ക് ഏതായാലും എൻ്റെ സിലബസ് ഞാൻ എന്തൊക്കെ ഉള്ളതെന്നുള്ള ഒന്ന് ജസ്റ്റ് പറയാം, നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കാം. ഇതിന് പിന്നെ ഷെയർ ചെയ്യാം. ഇവിടെ സെക്കൻഡ് ഇത് എഴുതിക്കോളൂ. അപ്പം അധ്യായം 1 നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞേ എടുക്കുള്ളൂ. ആദ്യം നമ്മൾ ഇത് തുടങ്ങുന്ന ഇതായിരിക്കും. അപ്പൊ എഴുതിക്കോളൂ. അധ്യായം 2 തന്നെ എഴുതിക്കോളൂ. ചാപ്റ്ററിന്റെ ഹെഡിങ് വസുധാലക്ഷണം. വസുധാലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് ഭൂമിയെ പറ്റി പഠിക്കണം. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വസുധാലക്ഷണത്തിലുള്ളത്. അപ്പൊ അധ്യായം 2 അല്ലെങ്കിൽ അധ്യായം 1 എഴുതിയാൽ മതി. അധ്യായം 1 വസുധാലക്ഷണം.
ഉത്തമ ഭൂമി ലക്ഷണം. വസ്തുത ലക്ഷണമുള്ള ഹെഡിങ് ആണ്, ചാപ്റ്റർ ഹെഡിങ് ആണ്. അണ്ടർലൈൻ ചെയ്തിട്ട് താഴോട്ട് എഴുതി കൊടുക്കുക. ഉത്തമ ഭൂമി ലക്ഷണം, അധമ ഭൂമി ലക്ഷണം. ഞാൻ പറയുന്ന സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. അപ്പൊ ഞാൻ എഴുതാക്കുന്നില്ല. ഉത്തമ ഭൂമി ലക്ഷണം, അധമ ഭൂമി ലക്ഷണം, ഭൂമിദോഷ പരിഹാരം. ഭൂമിദോഷ പരിഹാരം. വീധി ലക്ഷണങ്ങളും ഫലങ്ങളും. വീധി ലക്ഷണങ്ങളും ഫലങ്ങളും. ഇതെന്ന് വിചാരിക്കുന്നു. വാസ്തുവിന്റെ അംഗഹീനത്വം. വാസ്തുവിന്റെ അംഗഹീനത്വം. വാസ്തുവിന്റെ അംഗഹീനത്വം. ഭൂപരീക്ഷണം. ഭൂപരീക്ഷണം. ജാങ്കലം. ജാങ്കലം. അനൂപം. അനൂപം. സാധാരണം. ജാങ്കലം, അനൂപം, സാധാരണം. ഗോമുഖി. ഗോമുഖി. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇത് മാറ്റാമല്ലോ. എഴുതി കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. വ്യാഘ്രമുഖി. ഗോമുഖി. അത് കഴിഞ്ഞ് താഴോട്ട് എഴുതിയാൽ മതി. വ്യാഘ്രമുഖി. ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭൂമി ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങൾ. അടുത്ത അധ്യായം നമ്മൾ രണ്ടെന്ന് എഴുതിയാലും മതി. ആദ്യ അധ്യായം 1 എഴുതിയെങ്കിൽ 2 എഴുതാം. ആദ്യത്തെ ഒരു അധ്യായം നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് എടുക്കുന്നത്. വൃക്ഷങ്ങൾ. അധ്യായം 2 വൃക്ഷങ്ങൾ. വൃക്ഷശുഭാശുഭത്വം ഗൃഹനിർമ്മാണത്തിൽ. ശുഭവും അശുഭവും. ശുഭാശുഭത്വം ഗൃഹനിർമ്മാണത്തിൽ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത വൃക്ഷങ്ങൾ. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത വൃക്ഷങ്ങൾ. എഴുതിയിരിക്കുന്നു. സ്ത്രീ ഡാഷ് പുരുഷ ഡാഷ് നപുംസക വൃക്ഷങ്ങൾ. സ്ത്രീ പുരുഷ നപുംസക വൃക്ഷങ്ങൾ. ഇത്ര എഴുതി വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതി തീർന്നിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഓക്കെ. അധ്യായം 3 4 വരെ 3 എഴുതാം. ദേവതാ സങ്കല്പം. ദേവതാ സങ്കല്പം. അത് നമ്മൾ താഴെ എഴുതുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ജസ്റ്റ് ഒരു 2 സെന്റൻസ് പറയാം. അതായത് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. നമ്മൾ അത് ഭൃഗിർ അത്രി വസിഷ്ഠസ്യ
വിശ്വകർമാമയസ്തഥ നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷ പുരന്ദര ബ്രഹ്മ കുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. അത് പിന്നെ അഷ്ടാദശം, അഷ്ടം എന്ന് പറഞ്ഞാൽ 8, ദശം എന്ന് പറഞ്ഞാൽ 10, അഷ്ടാദശം എന്ന് പറഞ്ഞാൽ 18. അഷ്ടാദശൈത വിഖ്യാത, വിഖ്യാതന്മാരായ 18 പേർ. അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. വാസ്തുശാസ്ത്രം നമുക്ക് ഉപദേശിച്ചു തന്നത് ഈ 18 പേര് പണ്ഡിതന്മാരായ, അല്ലെങ്കിൽ അതായത് ഈ 18 പേരാണ് പിന്നെ നമുക്ക് ഈ വാസ്തുശാസ്ത്രം നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ളതെന്ന് മത്സ്യപുരാണത്തിൽ ഇതിനകത്ത് പറയുന്നത്. അപ്പൊ വാസ്തുശാസ്ത്രം നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള ആചാര്യന്മാരുടെ 18 പേരെ സ്മരിച്ചുകൊണ്ടാണ് അവരുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. ഏത് കാര്യവും വാസ്തുശാസ്ത്രവുമായിട്ട് തുടങ്ങുമ്പം നമ്മൾ ഈ 18 പേരുടെ ഈ ഒരു ശ്ലോകം നമ്മുടെ ഒന്നാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ പേജിൽ ഈ ശ്ലോകം കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ശ്ലോകം. അപ്പൊ അത് നമ്മളെ വാസ്തുശാസ്ത്രപരമായി എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ 18 പേരെ ഒന്ന് പ്രാർത്ഥിച്ച് ഇവരെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഈ ഒരു ശ്ലോകം മനസ്സിൽ ചൊല്ലിയതിന് ശേഷം നമ്മൾ ആ കാര്യത്തിൽ ഏർപ്പെട്ടാൽ നമുക്ക് കൂടുതൽ വിജയം ഉണ്ടാകും. കാരണം ഇതിനകത്ത് ഈ ടെക്നിക്കൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ പോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ 18 പേരെന്ന് പറയുന്നത് അവരൊക്കെ പിന്നെ ഭാരതീയ പുരാതന കാലത്തെ മഹർഷീശ്വരന്മാരായിരുന്നു. അപ്പൊ ആ മഹർഷീശ്വരന്മാരെയൊക്കെ അവരൊക്കെ ആത്മീയ ജ്ഞാനികളായിരുന്നു, ആത്മീയമായിട്ട് വളരെ ആത്മീയ ഗുരുക്കന്മാരായിരുന്നു. അപ്പൊ ആ ആത്മീയ ഗുരുക്കന്മാരായിരുന്ന അവര് നമുക്ക് തരുന്ന ആ ശാസ്ത്രത്തിലും ആത്മീയതയുടെ അംശം ഇല്ലാതിരിക്കും ഒരിക്കലും ഒക്കില്ല, ആത്മീയത അതിനകത്തുണ്ട്. അപ്പൊ ആത്മീയതയുടെയും സാങ്കേതികത്വത്തിന്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെയും സ്പിരിച്വാലിറ്റിയുടെയും കൂടി ഒരു കോമ്പിനേഷനാണ് ഈ വാസ്തുശാസ്ത്രമൊക്കെ പറഞ്ഞത്. അതിനകത്ത് രണ്ടുമുണ്ട്. ഏതെങ്കിലും ഒന്നിനെ മാറ്റി നിർത്തി മറ്റേത് മാത്രം എടുത്താൽ അത് പൂർണ്ണമാവില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഈ ആത്മീയതയെല്ലാം മാറ്റിയിട്ട് ഇതിന്റെ ടെക്നിക്കൽ മാത്രം, എനിക്ക് ഞാനെല്ലാം ഈ ടെക്നിക്കലേ ഉള്ളൂ, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഓക്കെ, പക്ഷെ അത് പൂർണ്ണമല്ല. അതുപോലെ ടെക്നോളജി എല്ലാം മാറ്റി ചെല്ലുണ്ട്. ഈ ടെക്നോളജിയൊക്കെ മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് പ്രയാസമൊക്കെ ഉള്ളവരെ ടെക്നോളജി വേണ്ട, അത് എല്ലാം ആത്മീയം, അതിന് ദൈവികമായ കാര്യങ്ങൾ മാത്രം, അതിന്റെ പൂജകളും അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമല്ല, മറ്റൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട്, അതും പൂർണ്ണമല്ല. രണ്ടും കൂടെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ് വാസ്തുശാസ്ത്രം. അപ്പൊ അതിൽ ഈ ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വാസ്തുപുരുഷൻ 45 ദേവനാമങ്ങൾ, 45 എനർജി ഉണ്ട്. 50 ശരിക്കും കഴിഞ്ഞാൽ 53 എനർജിയാണ്. 53 തരം എനർജി വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഈ 53 തരം എനർജി ഓരോ ദേവകളുടെയും അസുരന്മാരുടെയൊക്കെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കാണാൻ പഠിക്കണമെന്ന് നിർബന്ധമില്ല, പഠിച്ചാലും ഓക്കെയാണ്. പക്ഷെ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ 45 പേരുടെയും പേരുകളും എല്ലാ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വേറെ ഒരു പിന്നെ 8 പേരൂടെ ഉണ്ട്, 45, ടോട്ടൽ 53 എന്ന് പറഞ്ഞത്. അടുത്ത 45 ദേവനാമങ്ങൾ: നിത്യവാസ്തു, ചരവാസ്തു, സ്ഥിരവാസ്തു. നിത്യവാസ്തു, ചരവാസ്തു, സ്ഥിരവാസ്തു. അഷ്ടദിക് പാലകർ, പഞ്ചഭൂതങ്ങൾ. അഷ്ടദിക് പാലകർ, പഞ്ചഭൂതങ്ങൾ. ദേവതാ സംഘട്ടത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് ഡീറ്റെയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് എഴുതി ആയിരിക്കുന്നു. എഴുതിയിട്ടില്ലെങ്കിൽ, ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ, അടുത്തത് അധ്യായം 4 വരുന്നത് സ്ഥാനനിർണയം. കുറച്ച് ടെക്നിക്കലായിട്ട്, ഇതുപോലെ നമ്മൾ കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പോവും. സ്ഥാനനിർണയം, വീഥികൽപ്പന, മഹാക്ഷേത്രം, ഖണ്ഡനിർണയം, മധ്യമക്ഷേത്രം. വലിയ ഭൂമിക്കാണ് മഹാക്ഷേത്രം, ഇടത്തരം ഭൂമിക്കാണ് മധ്യമക്ഷേത്രം, ചെറിയ ഭൂമിക്കാണ് അല്പക്ഷേത്രം. മഹാക്ഷേത്രം, ഖണ്ഡനിർണയം, മധ്യമക്ഷേത്രം, അല്പക്ഷേത്രം. പദവിന്യാസം,
പദവിന്യാസം മർമ്മദോഷം അധ്യായം 5 കഴിഞ്ഞു. ആർക്കെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. അപ്പൊ അടുത്ത അധ്യായം 6 എഴുതിയെങ്കിലും 5ആണ്. മാനനിർണയം, അതായത് അളവുമായിട്ട് ബന്ധപ്പെട്ട കോല, അങ്കുലം അങ്ങനെ അളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാനനിർണയം. കോലുകൾ വിവിധ സ്ഥലങ്ങളിൽ മനുഷ്യ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ. കോലിന്റെ അടിസ്ഥാനം. അടുത്ത അധ്യായം അത്രയേ ഉള്ളൂ അളവുകളിൽ ബന്ധപ്പെട്ടത്. അടുത്ത അധ്യായം 7 എന്നുള്ള 6 എഴുതിയാൽ മതി. യോനി കൽപ്പന. ഇത് വളരെയധികം പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. നമ്മൾ ആയം വ്യയം എന്നൊക്കെ പറഞ്ഞൊക്കെ ആയം എന്ന് വെച്ചാൽ വരവുമായിട്ട് ബന്ധപ്പെട്ട് വ്യയം ചെലവുമായിട്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ, അതുപോലെ മരണച്ചുറ്റ് എന്നൊക്കെ പറഞ്ഞ് വളരെ ദോഷകരമായ ചുറ്റുകളുണ്ട്, അതെങ്ങനെ കണ്ടുപിടിക്കാം, അതൊക്കെ ഇതിനകത്ത് വരും. യോനി കൽപ്പന. ചുറ്റളവ്. യോനി കൽപ്പന ഒന്നുകൂടെ എഴുതുക. യോനി കൽപ്പന ഹെഡിങ് ആണ് മുകളിൽ എഴുതിയേക്കുന്നത്. അതിനകത്ത് യോനി കൽപ്പന വരും. ചുറ്റളവ്, യോനി കൽപ്പന, ആയം, വ്യയം, യോനി, നക്ഷത്രം, വാരം. അടിയിലോട്ടൊക്കെ എഴുതിയാലും മതി. ആയം, വ്യയം, യോനി, നക്ഷത്രം, വാരം, തിഥി, ആയുസ്, പക്ഷാന്തര വ്യയം. ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എന്ന് വിചാരിക്കുന്നു. അടുത്തോട്ട് പോവാണ്. കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഓക്കെ. അധ്യായം 7 എഴുതിയാൽ മതി. അനുബന്ധം. ഇത് നമ്മൾ ആദ്യം വിട്ട കുറച്ച് ഭാഗങ്ങൾ, അതായത് പിന്നെ ഇതിന്റെ വാസ്തുമുഹൂർത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബന്ധപ്പെട്ട മുഹൂർത്തവും ബന്ധപ്പെട്ട, അതായത് പിന്നെ അതുപോലെ തന്നെ നിമിത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുബന്ധത്തിന്റെ കൂടെ നമ്മൾ ചെയ്യും. പദയോനി കണക്കുകൾ ഇത് കൂടാതെ അത് കഴിഞ്ഞിട്ട് അത് ചെയ്യും. പദയോനി കണക്കുകൾ, കൈക്കണക്ക് പട്ടിക, മരണച്ചുറ്റളവുകൾ, മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ, കിഴക്ക് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ, പടിഞ്ഞാറ് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ, വ്യത്യാസമുണ്ട്. കിഴക്ക് ദർശനമായ പൂജാമുറിയുടെ അളവും പടിഞ്ഞാറ് ദർശനമായ പൂജാമുറിയുടെ അളവും വ്യത്യാസമുണ്ട്. വീടുകൾക്കും അതാണ്. കിഴക്ക് ദർശനമായ വീടുകളുടെ അളവും തെക്കോ വടക്കോ പടിഞ്ഞാറോ ദർശനമായ വീടുകളുടെ അളവും ഒക്കെ അതിനുമൊക്കെ വ്യത്യാസമുണ്ട്. ഇത് എഴുതിയെന്ന് വിചാരിക്കുന്നു. അൺമ്യൂട്ട് ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം, എഴുതിയില്ലെങ്കിൽ. ഓക്കെ. അടുത്ത സെക്കൻഡ് വോളിയം ആണ്, രണ്ടാമത്തെ വോളിയം.
വോളിയം 2 ഫസ്റ്റ് വോളിയത്തിലുള്ള നമ്മൾ കഴിയും. അതിലൂടെ ഇടയ്ക്ക് ആദ്യം വിട്ട കുറച്ച് ഭാഗമുണ്ട്, അതും കൂടെ എൻ്റെ കൂടെ എടുക്കും. അധ്യായം 8 വരെ നേരത്തെ 9, ഇതിപ്പോ 8 നിങ്ങൾ എഴുതിയാലും മതി. ശാലാ സംവിധാനം, ശാലാ സംവിധാനം, ഏകശാലകൾ, ദ്വിശാലകൾ, ത്രിശാലകൾ, ചതുശാലകൾ. ചതുശാല എന്ന് പറഞ്ഞാൽ 4 കെട്ട്. 4 കെട്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ ക്ലാസ്സിൽ ഇല്ല. അഡ്വാൻസ് ക്ലാസ്സിൽ, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ 4 കെട്ട് ഡിസൈൻ ചെയ്യാൻ, കംപ്ലീറ്റ് ആയിട്ട് 4 കെട്ട് ഡിസൈൻ ചെയ്യാൻ അവിടെ പഠിക്കണം. ഇവിടെ അതില്ല. പിന്നെ ബേസിക് കോഴ്സിൽ സാധാരണ ഏകശാല മാത്രമേ ഉള്ളൂ. ദ്വിശാല ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് അഡ്വാൻസ് കോഴ്സിലേ ഉള്ളൂ. പക്ഷെ എന്താണെന്നോ പഠിക്കണം. ഏകശാല, ദ്വിശാല, ത്രിശാല, ചതുശാല എന്താണെന്നോ അതിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ പഠിക്കണം. എഴുതിയെന്ന് ഇല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് പറയണം. അധ്യായം 10:9 എഴുതാം. ശുഭ അശുഭ സ്ഥാനങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ കാര്യങ്ങൾക്കും, ഇപ്പൊ ടോയ്ലറ്റ് ആണെങ്കിലും, പിന്നെ പൂജാമുറി ആണെങ്കിലും, കിടക്കമുറി ആണെങ്കിലും, അടുക്കളയാണെങ്കിലും, അതിനൊക്കെ ഒരു ശുഭമായിട്ടും അശുഭമായിട്ടും ഒക്കെയുള്ള സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങൾ എവിടെയൊക്കെ ആകാൻ പാടില്ല. വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങൾ. വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങൾ. പൂജാമുറി, വിവിധ കാര്യങ്ങൾ താഴോട്ട് എഴുതുകയാണ്. പൂജാമുറി എവിടെയാണ് നല്ലത്, എവിടെ പാടില്ല. കിടപ്പുമുറി, ഊണുമുറി, ഡൈനിങ് റൂം, ഉരൽപ്പുര. ഇപ്പൊ ഉരൽപ്പുര അങ്ങനെ ഇല്ല, പക്ഷെ അത് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് വേറെ ഉണ്ട്. അതുകൊണ്ട് അത് ഇട്ടേക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വീടിന് ഉരൽപ്പുര ഒന്ന് പ്രത്യേകമായിട്ട് കാണും. അവിടെ വെച്ചാണ് അരി കുത്തുക, നെല്ല് കുത്തുക, അരി അരയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവിടെ വെച്ചാണ്. പൂരിശാലയം ടോയ്ലറ്റ് ആണ്. ടോയ്ലറ്റ്. ഗോവണി സ്റ്റെയർ കേസ്. മാറ്റുകയാണ്. ഇത് എഴുതിയെന്ന് വിചാരിക്കുന്നു. എഴുതിയിട്ടില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് പറയണം. ഓക്കെ. ഗോശാല കഴിഞ്ഞില്ല, ഈ സൈഡിലുണ്ട്. ഗോശാല, അത് തൊഴുത്ത്, പശുക്കളെ കെട്ടാനുള്ള തൊഴുത്ത്. കുളം, അതിൻ്റെയൊക്കെ സ്ഥാനം. ശുഭ അശുഭ സ്ഥാനങ്ങൾ എന്നുള്ള ചാപ്റ്ററിന്റെ ഹെഡിങ്ങിൽ എഴുതുന്നില്ല. ഇതിന് ഓരോന്നിനുള്ള ശുഭമായിട്ടും അശുഭമായിട്ടുള്ള സ്ഥാനങ്ങൾ. പടിപ്പുര എന്ന് പറഞ്ഞാൽ ഗേറ്റാണ്. പടിപ്പുര എന്ന് വെച്ചാൽ ഗേറ്റാണ്. കിണറ്, തുളസിത്തറ, സെപ്റ്റിക് ടാങ്ക്, പട്ടിക്കൂട്, എഴുതെന്ന് വിചാരിക്കുന്നു. എഴുതിയിട്ടില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് പറയണം. ഓക്കെ. അധ്യായം 11 എഴുതാം. ദീർഘവിസ്താരങ്ങൾ. ഒരു വീടിന്റെ നീളത്തിനാണ് ദീർഘം, വീതിക്കാണ് വിസ്താരം. അപ്പൊ അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? ഉത്തമമായ നീളവും വീതിയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? ഗുണാംശ വിസ്താരം, പദയോനി, ഗമനം, വീടിന്റെ പരമാവധി നീളവും വീതിയും, ഉത്തമ ഗ്രഹത്തിന്റെ അളവുകൾ,
ഉത്തമ ഗ്രഹത്തിന്റെ അളവുകൾ ഗൃഹസ്ഥാനം പാദമാനം അധിഷ്ഠാനം അധിഷ്ഠാനം ഞാൻ ബേസ്മെന്റ് ആണ്. ബേസ്മെന്റ് ഇംഗ്ലീഷിലുണ്ട്. അധിഷ്ഠാനം ബ്രാക്കറ്റ് ബേസ്മെന്റ്. കാലുയരം ഞാൻ ഭിത്തിപ്പൊക്കമാണ്, ഭിത്തിയുടെ പൊക്കം. അസ്ഥിവാരം അത് ഫൗണ്ടേഷൻ. വാതിലുകൾ ജനലുകൾ. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. അടുത്ത അധ്യായം പൊതു നിയമങ്ങൾ. അത് കുറെ പൊതുവായിട്ടുള്ള ചില നിയമങ്ങൾ വാസ്തുശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. അബൌട്ട് ഒരു 100-ൽ പരം നിയമങ്ങളുണ്ട്. അപ്പൊ അത് ഓരോന്നായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കണം. ജനറൽ ആയിട്ടുള്ള ചില ജനറൽ റൂൾസ്, ഇംഗ്ലീഷിലാണ് ജനറൽ റൂൾസ് എന്ന് പറയും. ചിലതൊക്കെ നമ്മൾ നേരത്തെ പഠിക്കുന്നതായിരിക്കും, ചിലത് പുതിയതായിട്ടുള്ളതായിരിക്കും. അടുത്ത ചാപ്റ്ററാണ് ഫെങ്ഷുയിയും സംയോജിത വാസ്തുശാസ്ത്രവും. സംയോജിത വാസ്തുശാസ്ത്രം ഇംഗ്ലീഷാണ് ഇന്റഗ്രേറ്റഡ് വാസ്തു. അധ്യായം 1 ആമുഖം, ഇൻട്രഡക്ഷൻ. ഇൻ കോമ യാങ്. ഇൻ കോമ യാങ് സിമ്പിൾ. എഴുതിയെന്ന് വിചാരിക്കുന്നു. എഴുതിയില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. അധ്യായം 2 ഫെങ്ഷുയിലെ സെക്കൻഡ് ചാപ്റ്റർ. പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും. പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും. സഹായിക ശക്തി ചക്രം. പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും എന്നുള്ള ഹെഡിങ് ആണ് അണ്ടർലൈൻ ചെയ്ത്. സഹായിക ശക്തി ചക്രം. അതിന് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഹെൽപ്പിംഗ് സൈക്കിൾ എന്ന് പറയും. ഹെൽപ്പിംഗ് സൈക്കിൾ, HELP, ഹെൽപ്പിംഗ് സൈക്കിൾ. ക്ഷീണിപ്പിക്കുന്ന ശക്തി ചക്രം, ഇംഗ്ലീഷില് വീക്കനിങ് സൈക്കിൾ. ചക്രത്തിനാണ് സൈക്കിൾ, വീക്കനിങ് സൈക്കിൾ. വിരുദ്ധ ശക്തി ചക്രം, ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ, ഇംഗ്ലീഷില് ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ. വിരുദ്ധ ശക്തി ചക്രം ഇംഗ്ലീഷ് വേണമെങ്കിൽ എഴുതാം ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ. വേണമെന്ന് എഴുതാമെന്നില്ല. അടുത്തത് ഫെങ്ഷുയിലെ 3-ാമത്തെ അധ്യായം ബാഗുവ. അത് ഹെഡിങ് ആണ്, അണ്ടർലൈൻ ചെയ്യണം. 8 ജീവിത ലക്ഷ്യങ്ങൾ. സ്ഥിര ദിശാനുബന്ധി, കോമ പ്രവേശന ദിശാനുബന്ധി. അടുത്ത അവസാനത്തെ ഇത്രയും 2 പുസ്തകത്തിലായിട്ട് കവർ ചെയ്യുന്നതാണ് 3-ാമത്തെ ലാസ്റ്റ് പുസ്തകം, 3-ാമത്തെ പുസ്തകം. അല്ല, ഫെങ്ഷുയുടെ അധ്യായം 4. ഫെങ്ഷു തീർന്നില്ല, ഇതിനകത്തുണ്ട് കുറച്ച്. ക്വാ നമ്പർ.
ഹെഡിങ് ആണ്, അണ്ടർലൈൻ ചെയ്യുക. ക്വാ നമ്പർ. ക്വാ നമ്പർ കാണുന്ന വിധം. പഞ്ചശക്തികളിൽ ഓരോ വിഭാഗത്തിലും പെടുന്ന ആളുകളുടെ സാമാന്യ ലക്ഷണങ്ങൾ. ഗുണകരവും ദോഷകരവും ആയ ദിശകൾ. അധിക ഊർജഭാഗങ്ങളും ന്യൂന ഊർജഭാഗങ്ങളും. പോസിറ്റീവ് എനർജി പാർട്സ് ആൻഡ് നെഗറ്റീവ് എനർജി പാർട്സ്. ഇംഗ്ലീഷിൽ ആണ്. പോസിറ്റീവ് എനർജി പാർട്സും നെഗറ്റീവ് എനർജി പാർട്സും ആണ് അധിക ഊർജഭാഗങ്ങളും ന്യൂന ഊർജഭാഗങ്ങളും. ലോ ഷൂ സമചതുരം. ലോ ഷൂ സമചതുരം. ലോ ഷൂ സ്ക്വയർ. എഴുതിയായിരിക്കുന്നു. അടുത്തോട്ട് പോവാണ്. എഴുതിയിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. അധ്യായം 5 ഫെങ്ഷി തന്നെ. സംയോജിത വാസ്തുശാസ്ത്രത്തിലെ സപ്തശക്തികൾ. സംയോജിത വാസ്തുശാസ്ത്രത്തിലെ സപ്തശക്തികൾ. ഭൗമിക ശക്തി. ഭൗമിക ശക്തി അല്ലെങ്കിൽ എർത്ത് ഫോഴ്സ്. കെട്ടിടത്തിന്റെ ശക്തി അല്ലെങ്കിൽ ബിൽഡിംഗ് ഫോഴ്സ്. സാധനങ്ങളുടെ ശക്തി അല്ലെങ്കിൽ മെറ്റീരിയൽ ഫോഴ്സ്. ക്രമീകരണ ശക്തി അറേഞ്ച്മെന്റ് ഫോഴ്സ്. ക്രമീകരണ ശക്തി അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഫോഴ്സ്. അറേഞ്ച്മെന്റ് പോലെ ഓരോ മുറികൾക്കും ഉണ്ട്. ഡ്രോയിങ് മുറി അത് കുറച്ചിങ്ങോട്ട് മാറ്റി എഴുതണം. ക്രമീകരണ ശക്തി നേരെ താഴെ എഴുതാൻ അല്പം മാറ്റി വേണം. മറ്റേ ഹെഡിങ് ആണ് താഴോട്ട്. ഡ്രോയിങ് മുറി, കിടക്കമുറി, പൂജാമുറി, അടുക്കള, ഊണുമുറി, പഠനമുറി, ടോയ്ലറ്റ്, ഓഫീസ് മുറി, എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ. ഗ്രഹങ്ങളുടെ ശക്തി. ഗ്രഹം എന്നുള്ള വീടിന്റെ ഗൃഹമല്ല, പ്ലാനറ്റ്. ഗ്രഹങ്ങളുടെ ശക്തി, മനുഷ്യശക്തി. മനുഷ്യശക്തിയുടെ സ്വല്പം മാറി. അതിന്റെ 7 സബ് ഗ്രൂപ്പ് ഉണ്ട് മനുഷ്യശക്തിക്ക്. അതാണ് ഓരോന്നായിട്ട്. ശാരീരിക ശക്തി, മാനസിക ശക്തി, വൈകാരിക ശക്തി. ശാരീരിക ശക്തി ഫിസിക്കൽ ഫോഴ്സ്, മാനസിക ശക്തി മെന്റൽ ഫോഴ്സ്, വൈകാരിക ശക്തി അല്ലെങ്കിൽ ഇമോഷണൽ ഫോഴ്സ്, ആത്മീയ ശക്തി അല്ലെങ്കിൽ സ്പിരിച്വൽ ഫോഴ്സ്, ഗ്രഹശക്തി പ്ലാനറ്ററി ഫോഴ്സ്, ഭൗമിക ശാരീരിക ശക്തി. അത് ഇതിന്റെ രണ്ടുകൂടെ വരും. അത് മലയാളം ഞാൻ പെട്ടെന്ന് ഇംഗ്ലീഷ് ഓർത്തു വരുന്നില്ല. പറയാം. ഭൗമിക ശാരീരിക ശക്തി. കർമ്മശക്തി കാർമിക് ഫോഴ്സ്. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. ബാഹ്യശക്തികൾ. ദൃഷ്ടിദോഷം, ബ്ലാക്ക് മാജിക്, ബാഹ്യ ആക്രമണ ശക്തികൾ, എക്സ്റ്റേണൽ അറ്റാക്കിംഗ് ഫോഴ്സസ്. അടുത്ത അധ്യായം സമൃദ്ധിക്കുള്ള 5 മാർഗങ്ങൾ. ഫെങ്ഷി. അധ്യായം 7
നമസ്കാരം സാർ. ആ ഇതിന്റെ കൂടെ ഇംഗ്ലീഷും കൂടി ഒന്ന് അറ്റാച്ച്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സന്തോഷമായിരുന്നു. ചെയ്യാൻ അത് ഓരോന്ന് എടുക്കുമ്പോൾ അപ്പോഴേ പറയുന്നുണ്ട്. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ. വാസ്തുദോഷ പരിഹാരങ്ങൾ ഇത് ഫെങ്ഷി കഴിഞ്ഞു. വീണ്ടും ഇതിനകത്തെല്ലാം വരും, രണ്ടും വരും. ഫെങ്ഷിയിലുള്ളതും വരും, ഭാര്യവാസ്യാസുള്ളതും വരും. വാസ്തുദോഷ പരിഹാരങ്ങൾ. കാരണം നമ്മൾ ദോഷം മാത്രം പഠിച്ചപ്പോൾ തന്നെ പരിഹാരങ്ങളും പഠിക്കണം. നിർമ്മിതിയിലൂടെ, ബൈ കൺസ്ട്രക്ഷൻ. പിരമിഡ് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ. രത്ന പരിഹാരങ്ങൾ. ഇത് നമ്മുടെ ഭാര്യവാസ്യാസില് മയമതം, മാനസാര ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് ഈ രത്നപരിഹാരത്തെ പറ്റി. മറ്റേ പിരമിഡ് പരിഹാരം ഭാരതീയവാസ്യാസിലില്ല. രത്നപരിഹാരം ഭാരതീയവാസ്യാസിലുള്ളതാണ്. രത്നപരിഹാരം ഏതൊക്കെ ദോഷങ്ങൾക്ക് എന്തൊക്കെ രത്നങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മയമതത്തിലും ഉണ്ട്, മാനസാരയിലും ഉണ്ട്. അനുകൂല ഊർജ ഉപകരണങ്ങൾ ഉപയോഗിച്ച്, അതായത് വാസ്തുദോഷങ്ങളുടെ പരിഹാരം യൂസിങ് പോസിറ്റീവ് എനർജി ടൂൾസ്, അനുകൂല ഊർജ ഉപകരണങ്ങൾ. ഇത് എഴുതുന്നതായിരിക്കുന്നു. എഴുതിയിട്ടില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് പറയാം. ഓക്കെ. വിവിധ ദോഷപരിഹാരങ്ങൾ. ഭൗമിക ശക്തി പരിഹാരം, ദിശാദോഷം, അതിനുള്ള പരിഹാരങ്ങൾ. വീട് ചരിഞ്ഞിരിക്കുന്നു, ദിശയിലും ചരിഞ്ഞിരിക്കുന്നു, അതിനുള്ള പരിഹാരങ്ങൾ. ഗൃഹമധ്യസൂത്ര വേദദോഷം, ചുറ്റുദോഷം. ചുറ്റുദോഷ പരിഹാരങ്ങൾ സ്വല്പം മാറ്റിയിട്ട് ഹെഡിങ് ചുറ്റുദോഷം അല്പം പരിഹാരങ്ങൾ. നിർമ്മിതിയിലൂടെ, ബൈ കൺസ്ട്രക്ഷൻ. സർക്കംഫറൻസ് കറക്ഷൻ, പിരമിഡുകൾ ഉപയോഗിച്ച്. മൊത്തം വീടിന്റെ ചുറ്റും. മുറികളുടെ ഉൾച്ചുറ്റം, ഇൻസൈഡ് പെരിമീറ്റർ, ഓരോ മുറിയുടെ ഇൻസൈഡ് പെരിമീറ്റർ. അടുത്ത സ്ഥാനദോഷം. ചുറ്റുദോഷം കഴിഞ്ഞു, അടുത്ത സ്ഥാനദോഷം. ഓരോന്നിന്റെ കിണർ തെറ്റായ സ്ഥാനത്ത് നിന്ന് എങ്ങനെ ദോഷം എങ്ങനെ പരിഹരിക്കാം. സെപ്റ്റിക് ടാങ്ക്, പൂജാമുറി, അടുക്കള, ടോയ്ലറ്റ്, സ്റ്റെയർ കേസ്, മെയിൻ ഗേറ്റ്, കാർ പോർച്ച്, ഓവർഹെഡ് വാട്ടർ ടാങ്ക്, ഇത് കാണുന്നതായിരിക്കുന്നു. അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് പറയണം. അപ്പൊ മറ്റു വാസ്തുദോഷ പരിഹാരങ്ങൾ, നമ്മൾ ചുറ്റുദോഷവും പറഞ്ഞു, പിന്നെ സ്ഥാനദോഷവും പറഞ്ഞു. അതല്ലാതെ ഉള്ള മറ്റു വാസ്തുദോഷ പരിഹാരങ്ങൾ. അപൂർണമായ മൂലകൾ, മിസ്സിംഗ് കോർണേഴ്സ്. അപൂർണമായ വശങ്ങൾ, മിസ്സിംഗ് സൈറ്റ്സ്. തള്ളി നിൽക്കുന്ന മൂലകൾ, പ്രൊജക്റ്റിംഗ് കോർണേഴ്സ്. തള്ളി നിൽക്കുന്ന വശങ്ങൾ, പ്രൊജക്റ്റിംഗ് സൈറ്റ്സ്. ഒരിടത്തിൽ വീടിന്റെ സ്ഥാനം. ദോഷമുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം അങ്ങനെ. ഒരിടത്തിൽ വീടിന്റെ സ്ഥാനം, സ്ഥാനദോഷ പരിഹാരം. വീടിന്റെ ഉയരം അഗ്നിഭൂതത്തിൽ. വീടിന്റെ ഉയരം അഗ്നിഭൂതത്തിൽ. സ്റ്റെയർ കേസിന്റെ ദിശയും പടികളുടെ എണ്ണവും.
വീതിശൂല, ഹീനപ്രവേശനവും ഉത്സംഗ പ്രവേശനവും. ഇത് ദോഷം നേരത്തെ പഠിപ്പിക്കുന്നതാണ്. അതായത് ഇത് കൂടാതെ പൂർണ്ണപ്രവേശമുണ്ട്. പക്ഷെ പൂർണ്ണപ്രവേശം നല്ലതാണ്, അതിന് പരിഹാരം വേണ്ട. അതുകൊണ്ടാണ് ഇത് രണ്ടും പരിഹാരം വേണം, ഹീനപ്രവേശനവും ഉത്സംഗ പ്രവേശനവും. നേർക്ക് നേരെയുള്ള കതകുകൾ എന്ന് പറയുമ്പോൾ ബീം കറക്ഷൻ, ഒരു പുരയിടത്തിൽ 2 വീടുകൾ, കട്ടിലിന് അഭിമുഖമായി കണ്ണാടികൾ, കിഴക്ക് ദിശയ്ക്കും വടക്ക് ദിശയ്ക്കും അഭിമുഖമായുള്ള കണ്ണാടികൾ, ബ്രഹ്മസ്ഥാനത്തുള്ള ഗോവണി, സ്റ്റെയർകേസ്, വീടിന്റെ മധ്യഭാഗത്ത് സ്റ്റെയർകേസ് വരുന്നത്, ഭിത്തി, കോമ, മുട്ടതിര വേദങ്ങൾ, മോന്തായ വേദം, അല്പം കൂടെ ഉള്ളു, പെട്ടെന്ന് നിർത്താം. മോന്തായ വേദം, ക്ഷേത്രത്തിന് സമീപമുള്ള വീട്, എഴുതെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഓക്കെ. മർമ്മദോഷം, പിശാചവീഥി തടസ്സപ്പെടുക, അടുത്ത അധ്യായം അനുകൂല ഊർജ ഉപകരണങ്ങൾ. അതിപ്പം കുറെ ഉണ്ട്, അത് എഴുതണ്ട, നമുക്ക് പഠിക്കുമ്പോൾ. കാരണം ഇത് പറഞ്ഞിരിക്കുന്ന എല്ലാം ഈ അനുകൂല ഊർജ ഉപകരണം പല പുതിയ ഉപകരണങ്ങളും പിന്നെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ചിലതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള എല്ലാം, പുസ്തകത്തിലുള്ള എല്ലാം നമ്മൾ പഠിക്കില്ല. പുസ്തകത്തിൽ ഇല്ലാത്ത ചിലത് പഠിക്കുകയും വേണം. അവിടെ ആ ഹെഡിങ് മാത്രം മതി. ഇതാകുമ്പോൾ തീരും. അനുകൂല ഊർജ ഉപകരണങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് 9:30 കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലാ ക്ലാസ്സിലും ക്ലാസ്സിന്റെ അവസാനം ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ എത്രയാണെന്ന് വെച്ചാൽ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി. അത് നിങ്ങൾക്ക് അന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാകാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള സംശയങ്ങളാകാം, വാസ്തുവായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളായിരിക്കണം. അങ്ങനെയുള്ള സംശയങ്ങൾ വല്ലതും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്ത് സംശയം, വാസ്തുവായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. സംശയമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് നിർത്തുകയാണ്. സംശയമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ക്ലാസ് നിർത്തുകയാണ്. അതുപോലെ നിങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ തരും. അത് പിന്നീട് പറയാം. ഗ്രൂപ്പ് ആയിട്ടില്ല, അതുകൊണ്ട് ഗ്രൂപ്പ് ശരിയായിട്ട് അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ ഇപ്പം നമ്മൾ ക്ലാസ് നിർത്തുകയാണ്. എല്ലാവർക്കും അടുത്ത ക്ലാസ് വരിക. നിങ്ങൾക്ക് വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ആണ്. നമ്മൾ ഇപ്പം സിലബസ് കൊടുത്തേ ഉള്ളൂ. അടുത്ത ക്ലാസ് മുതൽ ആസ് പെർ സിലബസ് നമ്മൾ ക്ലാസ് തുടങ്ങും. അപ്പോൾ അത് എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരിക. വേറെ ആരെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ കൂടെ കൊണ്ടുവരിക. അപ്പോൾ ഇന്ന് ക്ലാസ് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഓഫ് ചെയ്യുന്നു.